ഇന്നത്തെ ഈ ടോക്കിൻ്റെ ശീർഷകമായിട്ട് കൊടുത്തിട്ടുള്ളത് നിർമ്മിത ബുദ്ധി സമൂഹം ഭാവി എന്നുള്ളതാണ്. വിവരാധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ രാഷ്ട്രീയ മാനങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ സാങ്കേതിക വിദ്യകളുടെ ഇത്തരം വിവരാധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ വിമർശം, ആ വിഷയം ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിമർശം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലമായ അർത്ഥത്തിലുള്ള വിമർശനം, ഇത് ശരിയല്ല, ഇത് നമ്മൾ തിരസ്കരിക്കണം എന്നുള്ള അർത്ഥത്തിലുള്ളതല്ല. പക്ഷെ അതേസമയം ഈ സാങ്കേതിക വിദ്യകൾ എങ്ങനെ വന്നു പെട്ടു എന്നുള്ളതും അതിനെ ചരിത്രപരമായി വിശകലനം ചെയ്തുകൊണ്ട് അതിനെ പുനരാവിഷ്കരിക്കാനുള്ള പ്രേരണകളിലേക്ക് നയിക്കാൻ ഉള്ള ഒരു പാത, അങ്ങനെയുള്ള ധാരാളം ആലോചനകൾ നടക്കുന്നുണ്ട്. അത്തരം ആലോചനകളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 2019 ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇൻഹ്യൂമൻ പവർ, മനുഷ്യത്വരഹിതമായ അധികാരം എന്നുള്ള ടൈറ്റിലുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ആദ്യത്തെ വാചകം ഞാനിവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ചേർത്തിട്ടുണ്ട്. ക്യാപിറ്റലിസം ഇസ് ടുഡേ പൊസസ്ഡ് ബൈ ദ AI ക്വസ്റ്റ്യൻ. സമകാലിക മുതലാളിത്തത്തെ നിർമ്മിത ബുദ്ധി ആവേശിച്ചിരിക്കുന്നു. അഥവാ നിർമ്മിത ബുദ്ധിയും സമകാലിക മുതലാളിത്തവും ഇഴചേർന്ന് പ്രവർത്തിക്കുന്നു. ഒരു പക്ഷേ ഭേദമില്ലാത്ത തരത്തിൽ പോലും എന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവർ ആ പുസ്തകത്തിൽ ഉടനീളം അവരതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഒരു ആമുഖമായിട്ട് ഈ സ്ലൈഡ് ചേർത്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ചരിത്രപരമായ ഒരു സാങ്കേതിക വിദ്യയെ പരിശോധിക്കുമ്പോൾ ഇന്ന് മുതലാളിത്ത കാലത്ത് വന്നുപെട്ട ഒരു സാങ്കേതിക വിദ്യ, അപ്പോൾ ഇതിനെ മുതലാളിത്തവുമായിട്ട് ചേർത്ത് വെച്ച് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പം അതിലേക്കായിട്ട് നമ്മൾ ആദ്യം ഈ മുതലാളിത്തം എന്നുള്ളത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരൊറ്റ സ്ലൈഡ് മാത്രം ഞാനൊന്ന് ഈ ഒരു സദസ്സിന് അത് ആവശ്യമുള്ള കാര്യമാണെന്ന് കരുതുന്നില്ല. പക്ഷേ എന്നാലൊരു പശ്ചാത്തലം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. മുതലാളിത്തത്തിൻ്റെ സാമൂഹിക ബന്ധങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ആശയം. AI മുതലാളിത്തവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മുതലാളിത്ത സാമൂഹിക ബന്ധങ്ങളെ അത് തീക്ഷ്ണമാക്കുന്നു, അഥവാ അതിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നു എന്നും വേണമെങ്കിൽ നമുക്ക് വായിക്കാം. ഇപ്പം മുതലാളിത്തപരമായ സാമൂഹിക ബന്ധങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? മുതലാളിത്തപരമായ സാമൂഹിക ബന്ധങ്ങൾ എന്ന് വെച്ചാൽ മുതലാളിത്തത്തിൻ്റെ സാമൂഹിക ബന്ധങ്ങൾ ഒരുപക്ഷെ നമുക്ക് പറയാവുന്നത് മുതലാളിത്തത്തിൻ്റെ സോഷ്യൽ റിലേഷൻ ഒരു പ്ലണ്ടറിൻ്റെ സോഷ്യൽ റിലേഷൻ ആണെന്ന് പറയാം. കൊള്ളയുടെ ഒരു സോഷ്യൽ റിലേഷൻ ആണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ചിത്രം വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഒരു ചിത്രം, അതൊരു കാർട്ടൂണാണ്. അതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൊഴിലാളി മൂല്യം നിർമ്മിക്കുന്നു, ആ മൂല്യത്തെ മുതലാളി കൈക്കലാക്കുന്നു. അപ്പോൾ ഒരുപാട് തൊഴിലാളികൾ ചേർന്ന് അധ്വാനിക്കുന്നു, ആ അധ്വാനത്തിലൂടെ ഉണ്ടാകുന്ന സമ്പത്ത് മുതലാളി കൈക്കലാക്കുന്നു. അപ്പോൾ പിടിച്ചുപറിയുടെ ഒരു സാമൂഹിക ബന്ധമാണ് മുതലാളിത്തത്തിൽ ഉള്ളത്. അപ്പോൾ ഈ പിടിച്ചുപറിയുടെ സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ന് വെച്ചാൽ പിടിച്ചുപറി ഞാനത് ഒരു ശൈലിയായിട്ട് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഴിയിൽ പോകുന്ന ഒരാൾ മറ്റൊരാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പിടിച്ചുപറിച്ച് ഓടുകയാണെന്നുണ്ടെങ്കിൽ അത് അപരിഷ്കൃതമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഈ സാമൂഹിക ബന്ധം നടപ്പിലാവുന്നത് നിയമത്തിൻ്റെ പരിരക്ഷയോടുകൂടി തന്നെയാണ്. എല്ലാ നിയമവ്യവസ്ഥകളുടെയും ഒരു വളരെ പരിഷ്കൃതം എന്ന് തോന്നുന്ന നിയമത്തിൻ്റെ പരിരക്ഷയിലാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത്. അപ്പം ഈ മുതലാളിത്ത സാമൂഹിക ബന്ധങ്ങൾക്ക് ഈ മൂലധനം നിരന്തരം നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊരു സ്വഭാവം കൂടിയുണ്ട്. അപ്പം മാർക്സ് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് മുതലാളിത്തം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിൽ രണ്ട് വിഷയങ്ങളെങ്കിലും ഉണ്ട്. ഒന്ന്, അത് തൊഴിലാളിയെ കൊണ്ട് കൂടുതൽ നേരം പണിയെടുപ്പിക്കുന്നു. 8 മണിക്കൂറിന് പകരം 12 മണിക്കൂർ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മൂല്യം സൃഷ്ടിക്കുന്നു. ആ കൂടുതൽ മൂല്യം മുതലാളിക്ക് കൈയടക്കാം. ഇതല്ല, 12 മണിക്കൂർ പണിയെടുപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ലെങ്കിൽ ഈ 8 മണിക്കൂർ പണിയുണ്ട് ഏറ്റവും കൂടുതൽ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് മാർക്സിൻ്റെ വിശകലന വിഷയം അന്നത്തെ മുതലാളിത്തമാണ്. അപ്പോൾ അതിൽ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് വെച്ചാൽ അധ്വാനത്തെ സാന്ദ്രമാക്കുക, അല്ലെങ്കിൽ അധ്വാനം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള അതിനെ റിലേറ്റീവ് സർപ്ലസ് വാല്യൂ എന്നാണ് മാർക്സ് അടയാളപ്പെടുത്തുന്നത്. അതിനെ ആപേക്ഷിക മിച്ചമൂല്യം എന്ന് നമുക്ക് പറയാം. മിച്ചമൂല്യം എന്ന് വെച്ചാൽ കൊള്ളയടിക്കുന്നത് എന്താണോ അതാണ് മിച്ചമൂല്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ യന്ത്രങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക്, മുതലാളിത്തത്തിലെ യന്ത്രങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക് ഈ ആപേക്ഷിക മിച്ചമൂല്യം, റിലേറ്റീവ് സർപ്ലസ് വാല്യൂ എന്നുള്ളതിലാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അധ്വാനം
ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ മാത്രമായിട്ട് ചെയ്യുമ്പോൾ, തൊഴിലാളി മാത്രമായിട്ട് അധ്വാനിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി തൊഴിലാളിയും യന്ത്രങ്ങളും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അന്തസത്ത. അപ്പോൾ യന്ത്രം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന് കീഴിൽ തൊഴിലാളിയെ പരമാവധി ഒഴിവാക്കാനുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പോൾ തൊഴിലാളിയുടെ നിർമ്മാണ പ്രക്രിയയിലെ തൊഴിലാളിയുടെ പങ്ക് പരമാവധി കുറയ്ക്കുക, തൊഴിലാളിയെ പുറന്തള്ളുക, നിർമ്മാണ പ്രക്രിയയിൽ നിന്ന് തൊഴിലാളിയെ പുറന്തള്ളുക എന്നുള്ള ഒരു പ്രേരണയാണ് യന്ത്രങ്ങളിലൂടെ നടപ്പിലാവുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ അതും യന്ത്രവ്യവസ്ഥ തന്നെയാണ്. ആൽഗോരിതം എന്നൊക്കെ പറയുന്ന യന്ത്രം തന്നെയാണ്. യന്ത്രങ്ങളുടെ ആ ഒരു യുക്തി തന്നെയാണ് അവയിലും പ്രവർത്തിക്കുന്നത്. അപ്പം ഇതിൽ മാർക്സ് പലപ്പോഴും ഈ മുതലാളിത്തത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം അതിൻ്റെ പ്രതീതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വിച്ഛേദമാണ്. ഇപ്പം അപ്പിയറൻസ് വേഴ്സസ് റിയൽ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രതീതി ഉണ്ടാവും. ആ പ്രതീതിയും ആന്തരിക യാഥാർത്ഥ്യവും തമ്മിൽ വലിയൊരു ബന്ധമില്ലായ്മ അവിടെ വരും. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം നിരന്തരം പറയുന്നുണ്ട്. അപ്പോൾ അത് മൂലധനം വാല്യം 3 പറയുന്നുണ്ട്. മൂലധനം വാല്യം 3 വ്യാഖ്യാനിച്ചുകൊണ്ടും അതിനെ പുനരവതരിപ്പിച്ചുകൊണ്ടും കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു പുസ്തകമാണ് ദ ഓട്ടോമാറ്റിക് ഫെറ്റിഷ്. അതാണ് ഞാനവിടെ സ്ലൈഡിൽ ചേർത്തിരുന്നത്. ദ ഓട്ടോമാറ്റിക് ഫെറ്റിഷ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് പ്രതീതി എന്ന് പറയുന്നത് പെർസെപ്ച്വൽ ഫിസിക്സ് എന്നുള്ളതാണ് അതിൽ ഉപയോഗിക്കുന്ന പദം. അപ്പോൾ പ്രതീതി ശരിക്കും തലതിരിഞ്ഞ പോലെയാണ് എന്ന് വെച്ചാൽ യാഥാർത്ഥ്യത്തിൻ്റെ തലതിരിഞ്ഞ അവസ്ഥയിലാണ് അങ്ങനെയുള്ള പ്രതീതിയാണ് നമുക്ക് വരുന്നത്. പ്രതീതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വിച്ഛേദം മൂലധനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ട്. അപ്പോൾ അതേ സംഗതി ഞാൻ ഈ ഉടനീളം ഇന്നത്തെ പ്രസൻറ്റേഷനിൽ ഉപയോഗിക്കുന്ന ചെറിയ ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ AI സംഭവിക്കുന്ന എന്തെന്നുള്ള പ്രതീതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധമില്ലായ്മ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതീതിയും യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. അപ്പം നമ്മൾ ഒരുപാട് യന്ത്രങ്ങളുണ്ട്, കുറച്ച് അധ്വാനമേ ഉള്ളൂ, കുറച്ച് തൊഴിലാളികളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാർക്സ് അടയാളപ്പെടുത്തുന്നത് റിലേറ്റീവ് സർപ്ലസ് വാല്യൂ എന്നാണ്, ആപേക്ഷിക മിച്ചമൂല്യം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് മനുഷ്യൻ ചെയ്യുന്ന പണിയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ യന്ത്രം പ്രവർത്തിക്കുന്നു. പക്ഷെ അതേസമയം അതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രതീതി യന്ത്രം മൂല്യം നിർമ്മിക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് ഈ പ്രതീതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധമില്ലായ്മ. ശരിക്കും തൊഴിലാളി ചെയ്യുന്ന അധ്വാനത്തെ യന്ത്രം ഒരുപക്ഷെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ നമുക്ക് കണക്കാക്കാം. പക്ഷെ യന്ത്രം മൂല്യം നിർമ്മിക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ സ്ലൈഡ് ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നു. പക്ഷെ എന്തായാലും വരുമ്പോൾ ഞാനത് ഉപയോഗിക്കാം, അല്ലാത്തപ്പോൾ അല്ലാതെയും പറയാം. ഞാൻ ഇന്ന് ഈ അവതരണം ക്രമീകരിച്ചിട്ടുള്ളത് ഒരു 7 കഥകൾ എന്നുള്ള രീതിയിലാണ്. കഥകൾ എന്നല്ല, 7 ആഖ്യാനങ്ങളെന്നോ 7 ഭാഗങ്ങൾ എന്നോ പറയാം. ഞാൻ 7 ഭാഗങ്ങളുടെ ശീർഷകം അങ്ങനെ വായിക്കുന്നില്ല, ഓരോന്നിലേക്ക് പോവാം. അപ്പം ഇവ തമ്മിൽ അങ്ങനെ ബന്ധമില്ല. അപ്പം അതുകൊണ്ട് ഒരെണ്ണത്തിൽ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും അവ്യക്തത ആണെന്നുണ്ടെങ്കിൽ പോലും അടുത്തതിലേക്ക് കടക്കുമ്പോഴത്തേക്കും അത് മറ്റൊന്നായിട്ട് തുടങ്ങാം. ഇന്ന് നമ്മൾ ഈ വിവരാധിഷ്ഠിത തീരുമാനങ്ങൾ എന്നുള്ളതിനെ ഡേറ്റ ഡ്രിവൺ സൊസൈറ്റി എന്നാണ് പലപ്പോഴും നമ്മൾ ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച് പറയുക. വിവരാധിഷ്ഠിത സമൂഹം, എല്ലാം വിവരാധിഷ്ഠിതമായിരിക്കണം എന്നുള്ളൊരു മൂല്യം നമ്മുടെ ഈ സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അത് എല്ലാം അതിലങ്ങനെ തെറ്റ് പറയാനുമില്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വിവരങ്ങൾ തമസ്കരിച്ചുകൊണ്ട് പല കാര്യങ്ങളും മൂടി വയ്ക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ സെൻസസ് ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോവിഡിൻ്റെ മരണനിരക്ക് ലഭ്യമല്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തമസ്കരിക്കാനായിട്ട് വിവരങ്ങൾ ലഭ്യമാക്കാതിരിക്കുന്നതിലൂടെ അങ്ങനെ തമസ്കരിക്കപ്പെടാം. പക്ഷെ അതേസമയം എല്ലാം വിവരാധിഷ്ഠിതമാണോ, കേവല വിവരാധിഷ്ഠിതമാകണോ എന്നുള്ള മറ്റൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്കാണ് ഞാനിപ്പോൾ ഈ ഉദാഹരണത്തിലൂടെ കടക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം ഈ വെബ് സെർച്ചിനെ കുറിച്ചുള്ളതാണ്. ഗൂഗിൾ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇന്നിപ്പോൾ പല യുവാക്കളും മറ്റുമൊക്കെ ഗൂഗിളിന് വരെ ഇപ്പോൾ ChatGPT ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഗൂഗിൾ AI മോഡ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉപയോഗിക്കുന്നുണ്ട്, പലരും ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധി ആണെന്ന് കരുതിക്കൂടാ, അങ്ങനെ നമ്മൾ കരുതാറില്ല, അങ്ങനെ നമ്മൾ പറയാറില്ല. പക്ഷെ അതേസമയം ഗൂഗിളിൽ നിർമ്മിത ബുദ്ധിയുടെ ഒരു യുക്തി പ്രവർത്തിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേയധികം വിവരശേഖരങ്ങളുണ്ട്. ആ വിവരശേഖരങ്ങളിലെ നമ്മുടെ ചോദ്യത്തോട് ചേർന്ന് നിൽക്കുന്ന പാറ്റേണുകൾ അടങ്ങുന്ന പ്രമാണങ്ങൾ, ഡോക്യുമെൻറ്റുകൾ ആണ് ഗൂഗിൾ നമുക്ക് തരുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളോട് ബന്ധപ്പെട്ടുള്ള
പാറ്റേണുകൾ, ആ പാറ്റേണുകൾ കണ്ടെത്തി പിന്നെ നമുക്ക് തരുന്നു, ആ പ്രമാണങ്ങൾ നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഗൂഗിളിൻ്റെ ഒരു പ്രവർത്തന രീതി, വെബ് സെർച്ചിൻ്റെ പൊതുവിലുള്ള പ്രവർത്തന രീതി. അത് ആ രീതിയിൽ പറഞ്ഞാൽ വിവരാധിഷ്ഠിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഇതിൽ ഈ സ്ലൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൽ രണ്ട് സംരംഭങ്ങളാണ് ഞാൻ ഇവിടെ ചിത്രങ്ങളായിട്ട് ചേർത്തിട്ടുള്ളത്. ഒന്ന് ഒരു സാധാരണ ബാർബർ ഷോപ്പ് എന്ന് വെച്ചാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതാനും 10-30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാർബർ ഷോപ്പ്, ഒരു ചെറിയ ബാർബർ ഷോപ്പ്, നമുക്കറിയാം അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. രണ്ട് കസേര ഉണ്ടാവും, അത് പുറത്ത് നോക്കിയാൽ ജസ്റ്റ് ഒരു ചില്ലിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറാം, ഇത് ചെയ്യാം. ഇത് കൂടാതെ മറ്റൊരു സംരംഭം എന്ന് പറയുന്നത് ഒരു പുതിയ ജനറേഷൻ ബാർബർ ഷോപ്പ്. ഇതങ്ങനെ ബാർബർ ഷോപ്പ് തന്നെ ആവണമെന്നില്ല, ഒരു പക്ഷേ ഞാൻ ബാർബർ ഷോപ്പിൻ്റെ ചിത്രം ചേർത്തുകൊണ്ട് ഞാൻ അതിനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു പക്ഷേ ചായക്കടയും കഫേയും, ഇങ്ങനെയുള്ള രണ്ട് സംരംഭങ്ങൾ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംരംഭങ്ങൾ, രണ്ട് ക്വാളിറ്റേറ്റീവ്ലി വ്യത്യസ്തമാണ്, ഗുണപരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സംരംഭങ്ങൾ. ഇവ തമ്മിലുള്ള ഗുണപരമായിട്ടുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ, ഒന്ന് ഉപജീവനത്തിനായി നടത്തുന്ന സംരംഭമായിരിക്കും. ചായക്കട പൊതുവെ ഉപജീവനത്തിനായിട്ടാണ്. പക്ഷേ ഈ കഫേ എന്ന് പറയുന്നത് ചെയിനുകളാണ്, അവ ലാഭകേന്ദ്രീകൃതമായിട്ട് നടത്തുന്ന ഒരു സംരംഭമായിരിക്കും. അപ്പം ഇവ തമ്മിലുള്ള ഈ ഒരു വ്യത്യാസമുണ്ട്. ഇതിൽ ഞാൻ ഇപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, ഈ കഫേയും ചായക്കടയും ഉണ്ടെന്ന് കരുതുക. ഈ കഫേയും ചായക്കടയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഏതായിരിക്കും കിട്ടാൻ സാധ്യത? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ദൃശ്യമാകാൻ സാധ്യത? അത് മിക്കവാറും കഫേ ആയിരിക്കും. ചായക്കട 50 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷെ അതിനേക്കാൾ പ്രാമുഖ്യത്തോടുകൂടി ഗൂഗിൾ നമുക്ക് മുന്നിൽ ദൃശ്യമാക്കുന്നത് ഒരു പക്ഷേ കഫേ ആയിരിക്കും. അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് 50 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? നമ്മൾ ഏതെങ്കിലും അവിടെയുള്ള ഒരു ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മിക്കവാറും ചായക്കട ആയിരിക്കും ആദ്യം പറയുക. അവിടെ ചെന്ന് ചായ കുടിക്കണമെന്ന് ചോദിച്ചാൽ കഫേ അങ്ങനെ നിർദ്ദേശിക്കാൻ തരവില്ല. പക്ഷേ ഗൂഗിൾ നിർദ്ദേശിക്കുന്നത് കഫേയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു പക്ഷേ ഗൂഗിൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ 1990കളുടെ അവസാനത്തിൽ വരുന്നു. അന്നേരം അവർ പറയുന്നു, നമ്മൾ ലോകത്തിൻ്റെ എല്ലാ വിവരശേഖരങ്ങളെയും ക്രോഡീകരിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗൂഗിൾ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങുന്നു. ഈ വിവര സേവനം എന്നുള്ള നിലയ്ക്ക് ഗൂഗിൾ ഉപയോഗിച്ചു തുടങ്ങുന്നു. ഗൂഗിൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ഒരു സംരംഭത്തിലേക്ക് ആളെത്തുന്നത് ഗൂഗിളിൽ ദൃശ്യമാകുന്നുണ്ടെങ്കിൽ മാത്രമേ ആളെത്തുള്ളൂ എന്നുള്ളൊരവസ്ഥ എത്തുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഉപജീവനത്തിനായിട്ട് നടത്തുന്ന ചായക്കട നടത്തുന്ന ആൾ അവിടെ നിൽക്കട്ടെ, പക്ഷെ അതേസമയം മറ്റവർക്ക് ലാഭകേന്ദ്രീകൃതമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂലധനത്തിന് ഈ വികസിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വികസിച്ചുകൊണ്ടേയിരിക്കണം, ലാഭം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗൂഗിൾ തുറന്നിടുന്നത് ഒരു പുതിയ കളിസ്ഥലമാണ്, എന്ന് വെച്ചാൽ ഒരു പുതിയ പ്ലേ ഗ്രൗണ്ടാണ്. ആ പ്ലേ ഗ്രൗണ്ടിൽ എന്താണ് കളിയുടെ നിയമം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരസ്യം ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൂടുതൽ ഡേറ്റ നിർമ്മിക്കണം, പരസ്യം ചെയ്യണമെന്നല്ല, കൂടുതൽ ഡേറ്റ നിർമ്മിക്കണം എന്നുള്ളതാണ് അവിടെയുള്ള ആ കളിസ്ഥലത്തിൻ്റെ നിയമം. ആ കൂടുതൽ ഡേറ്റ നിർമ്മിക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരുപക്ഷെ ഇടയ്ക്കൊക്കെ കഫേയിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ടാവും, ഒരുപക്ഷെ ഇപ്പം അധികം കാണാറില്ല, പക്ഷെ എന്നാലും പണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ വിവരം കാശ് കൊടുത്ത് വാങ്ങുകയാണ്. വെബിലേക്ക് വിവരം കാശ് കൊടുത്ത് വാങ്ങുന്നു, അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗൂഗിളിൽ ഒരു തരം സംരംഭം കൂടുതൽ ദൃശ്യമാകുകയും മറ്റൊരു സംരംഭം അത്ര ദൃശ്യമല്ലാതിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയമുണ്ട്. പിന്നിലുള്ള രാഷ്ട്രീയം നമുക്ക് വെറുതെ ആലോചിച്ചാൽ തന്നെ പിടികിട്ടും. ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ഏറ്റവും ആദ്യം ഗൂഗിള് ഈ ആളുകൾ എവിടെ പോകുന്നു, ഏത് സേവനം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ഗൂഗിൾ കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ സംരംഭങ്ങൾ അതിനനുസരിച്ച് മാറുന്നു. അതിലൂടെ ഇന്ന് നിലനിൽക്കുന്ന വെബിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ ലാഭകേന്ദ്രീകൃത സംരംഭങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഡേറ്റ ഉള്ളത്. അവയെക്കുറിച്ചുള്ള ഡേറ്റ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇത് അങ്ങനെ പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഗിളല്ല വെബ് ഉണ്ടാക്കിയ ആൾ, അദ്ദേഹത്തിൻ്റെ പേര് ടിം ബെർണസ്-ലീ എന്നുള്ളതാണ്. ടിം ബെർണസ്-ലീ പറയുന്നത് 2019 വെബ് ആദ്യം അദ്ദേഹം അവതരിപ്പിക്കുന്ന 1989 30 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വലിയ വിലാപം, ഇങ്ങനെ പല മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ വിലാപങ്ങൾ വരികയുണ്ടായി. അതിലെ വിലാപത്തിൻ്റെ സ്വരം എന്താണെന്ന് വെച്ചാൽ, ദ മാൻ invented the web says it is now dysfunctional with perverse incentives. Perverse incentives എന്ന് വെച്ചാൽ എല്ലാവരും ഈ ബിസിനസ് താല്പര്യങ്ങൾക്കായിട്ട് ഈ വെബ് എന്നുള്ള വിവരശേഖരത്തെ ആ നിലയിലേക്ക് പ്രവർത്തിപ്പിക്കുന്നു. അതിലൂടെ വെബ് എന്ന് പറയുന്നത് തന്നെ ഒരു പരസ്യ കേന്ദ്രീകൃത
പ്ലാറ്റ്ഫോമായി മാറുന്നു, അല്ലെങ്കിൽ ഒരു വ്യാവസായിക പ്ലാറ്റ്ഫോമായി, ഒരു കമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നു. വ്യാവസായികമല്ല എന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നു. അപ്പോൾ ഇതിലുള്ള അത് നിങ്ങൾക്കിപ്പോൾ ദൃശ്യമല്ല, പക്ഷേ ഞാൻ അവസാനത്തെ ഇത് വായിക്കാം. ബേണേഴ്സ്ലി ലേഡ് ഔട്ട് ഹൗ ത്രീ റീസൺസ് വൈ ദ വെബ് ഇസ് ഡിസ്ഫങ്ഷണൽ ഇൻക്ലൂഡിംഗ് പെർവേഴ്സ് ഇൻസെൻറ്റീവ്സ് ഫ്രം ആഡ് ബേസ്ഡ് ബിസിനസ് മോഡൽസ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വീണ്ടും വരേണ്ടതുണ്ട്. ആഡ് ബേസ്ഡ് ബിസിനസ് മോഡൽസ് എന്നുള്ളതാണ് ഇന്ന് നേരത്തെ മിനിസ്റ്ററും സൂചിപ്പിച്ച പോലെ ഏതാനും ചിലരുടെ കയ്യിലേക്ക് എത്തുന്നു എന്ന് പറയുന്നല്ലോ. ആരുടെ കയ്യിലേക്കാണ് എത്തുന്നത്? ഫേസ്ബുക്കിൻ്റെ കയ്യിലും ഗൂഗിളിൻ്റെ കയ്യിലും. ഇവയൊക്കെ എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് നമ്മൾ പറയും സമൂഹ മാധ്യമമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അവരൊരു പരസ്യ കമ്പനിയാണ്. അപ്പം അതേപോലെ തന്നെ ഗൂഗിളും ഒരു പരസ്യ കമ്പനിയാണ്. അവരുടെ വരുമാനം എവിടെയാണെന്ന് നോക്കിയാൽ മതി. ഇതും വീണ്ടും ഈ പ്രതീതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വിച്ഛേദം അവിടെ വരുന്നുണ്ട്. ഗൂഗിൾ നമ്മളോട് പറയുന്ന ഒരു വെബ് സെർച്ച് കമ്പനിയാണെന്നുള്ള, പക്ഷേ അവരുടെ വരുമാന മാർഗം പരസ്യങ്ങളിലൂടെയാണ്. അപ്പോൾ അവരെ ഒരു പരസ്യ കമ്പനിയായിട്ട് അടയാളപ്പെടുത്തണം എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്കിനെ കുറിച്ചും പറയുന്നവരുണ്ട്. അപ്പം ഞാൻ കോവിഡ് കാലത്ത് ഒരു തവണ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു രസകരമായിട്ടുള്ള റിസൾട്ടാണ് സ്ലൈഡിലുള്ള. പക്ഷേ സ്ലൈഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല. അത് ഞാൻ പെട്ടെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ഒരു ഗൂഗിളിൽ 1 day ട്രിപ്പ് ഫ്രം കൊച്ചി എന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു റിസൾട്ടാണ്. 1 day ട്രിപ്പ് ടു താജ്മഹൽ ആൻഡ് ആഗ്ര ഫ്രം കൊച്ചി വിത്ത് കണക്റ്റഡ് റിട്ടേൺ ഫ്ലൈറ്റ്സ്. രാവിലെ 5 മണിക്ക് നെടുമ്പാശ്ശേരി പോകണം, വിമാനം കയറണം, അവിടുന്ന് ബസ് വരും, ആഗ്രയിൽ പോവും, അതിനുശേഷം തിരിച്ച് വിമാനത്തിൽ കൊണ്ടെത്തിക്കും, രാത്രി 11 മണിക്ക് കൊച്ചിയിൽ തിരിച്ചെത്തും. ഇങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചോദിച്ചാൽ ഇങ്ങനൊരു നിർദ്ദേശം വെക്കാൻ യാതൊരു സാധ്യതയില്ല. 1 day ട്രിപ്പ് ഫ്രം കൊച്ചി എന്ന് പറയും. പക്ഷേ അതേസമയം ഇതിന് 30,000 രൂപയുടെ വിലയുണ്ട്. 30,000 രൂപയാണ് അതിനുള്ള വില. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 30,000 രൂപ വില എന്ന് പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ലാഭമുണ്ട്. ആ ലാഭം ഉള്ള സ്ഥിതിക്ക് അവർക്ക് കൂടുതൽ പരസ്യം കൊടുക്കാനുള്ള ശേഷിയുണ്ട്. ആ പരസ്യം കൊടുക്കുമ്പോഴത്തേക്കും ആ വെബിൽ ഗൂഗിളിൽ കൂടുതൽ അത്തരം കാര്യങ്ങൾ ദൃശ്യമാകുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഇതൊക്കെ വരുന്നത്. ഒരു നിരർത്ഥകമായ ഫലങ്ങൾ നമുക്ക് തരുന്ന ഒരവസ്ഥയിലോട്ട് ഗൂഗിൾ എത്തിയിരിക്കുന്നു എന്ന് പല നിരീക്ഷണങ്ങളും ഇപ്പോൾ വരുന്നു. അപ്പം അടുത്ത രണ്ടാമത്തെ കഥ എന്ന് പറയാം. കഥയിലോട്ട് പോകുമ്പോൾ അതിന് ഞാൻ ശീർഷകമായിട്ട് ചേർത്തിട്ടുള്ളത് വിവരാധിഷ്ഠിത യുക്തി കൊണ്ട് എല്ലാം ആയോ എന്നുള്ളതാണ്. ഇപ്പം വിവരാധിഷ്ഠിത യുക്തിയുടെ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ ഇന്നത്തെ വെബിലുള്ള വിവരശേഖരം അങ്ങനെ ഒരു വളരെ രാഷ്ട്രീയമായിട്ട് ഡിറ്റർമിൻ ചെയ്യപ്പെട്ട ഒരു വിവരശേഖരമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാലും ചില വിവരശേഖരങ്ങൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് സെൻസസ് ഡേറ്റ എടുത്തു. അപ്പോൾ എല്ലാവരുടെയും വിവരങ്ങളുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ബയസ് ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും വിവരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെയും ഇൻഫർമേഷൻ എടുത്തു. അതിലെല്ലാവരുടെയും വിവരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വിവരാധിഷ്ഠിത യുക്തി, അങ്ങനെ വിവരങ്ങളുടെ ഒരു പക്ഷപാതിത്വത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും വിവരങ്ങൾ പൊതുവിൽ പക്ഷപാതിത്വ രഹിതമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് വിവരാധിഷ്ഠിതമാവുന്നത് ശരിയല്ലേ എന്നൊരു തോന്നലുണ്ടായേക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ലീബ്നിറ്റ്സ് എന്നാണ്. ലീബ്നിറ്റ്സിനെ നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും. ഒരുപക്ഷെ ഭൗതിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ തലപ്പൊക്കമുള്ള പേരുകളുള്ള ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇത് ഞാനിവിടെ എടുത്തിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പാശ്ചാത്യ ലോകത്തെ ദാർശനികരും തത്വശാസ്ത്രത്തിലും മറ്റുമൊക്കെ വരുന്ന ഒരു സംഗതി റാഷണാലിറ്റി എന്നുള്ളത്, മനുഷ്യൻ്റെ ചിന്ത എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ 3-4 നൂറ്റാണ്ടുകളായിട്ട് രൂപപ്പെട്ട് വന്ന ഒരാശയ പ്രപഞ്ചമുണ്ട്. അതിലൊരു പ്രധാന പേരുകാരനാണ് ഇദ്ദേഹം, ഗോട്ട്ഫ്രീഡ് ലീബ്നിറ്റ്സ്. അപ്പം അദ്ദേഹം പറയുന്ന ഒരു അപഹാസ്യമാണെന്ന് തോന്നിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു വാദമുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ചിന്തിക്കുന്നത് കമ്പ്യൂട്ടേഷനാണ്, ഒരു ഗണിത യുക്തിയിലൂടെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. മനുഷ്യൻ ചിന്ത വെറും കണക്കുകൂട്ടലുകളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേരും തമ്മിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടെന്ന് കരുതുക. വളരെ സിമ്പിളാണത്, പരിഹരിക്കാൻ വളരെ സിമ്പിളാണ്. ഇവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തുക, എന്നിട്ട് ഈ കണക്ക് കൂട്ടി നോക്കുക. ഈ കണക്ക് കൂട്ടുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരാളുടെ ശരിയും മറ്റൊരാളുടെ തെറ്റും ആയിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ആരുടെയാണ് ശരി എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ നമുക്കറിയാം അങ്ങനെയല്ല മനുഷ്യൻ്റെ ചിന്ത പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് പൗരസ്ത്യ ചിന്തയിലും മറ്റുമൊക്കെ അങ്ങനെയുള്ള ഇത്തരം ആഖ്യാനങ്ങൾക്ക് നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന പല രീതിയിലുള്ള ആഖ്യാനങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ സാമൂഹികതയിൽ ഊന്നിക്കൊണ്ടും മറ്റുമൊക്കെയുള്ള ആഖ്യാനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നാരായണ ഗുരുവൊക്കെ പറയുന്ന അപരത്വം എന്നുള്ളതിൽ അധിഷ്ഠിതമായിരിക്കും മനുഷ്യൻ്റെ ചിന്ത എന്നൊക്കെ പറയുന്നുണ്ട്, ആവണം ചിന്ത എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൽ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ ഗണിത യുക്തിയാണ് മനുഷ്യൻ്റെ ചിന്ത എന്നുള്ളതിന് ഒരു പാശ്ചാത്യ ആശയ ലോകത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്.
അപ്പം ഞാനിത് ഒരു ഉദാഹരണമായിട്ട് ചേർത്തിട്ടുള്ള ഒരു ചിത്രം, ആ ചിത്രം നിങ്ങൾക്കിപ്പോൾ വീണ്ടും ദൃശ്യമല്ല, പക്ഷെ അതേസമയം ആ ചിത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 വർഷം മുമ്പ് നമ്മുടെ എല്ലാം വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ വന്നിട്ടുള്ള ഒരു വ്യാജ വാർത്തയാണ്. ആ വ്യാജ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ, ഞാനത് വായിക്കാം, എന്താ ദിസ് ഈസ് ചന്ദ്രബോസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരാണ്, RSS കാര്യവാഹക്. ഹി വാസ് ബീറ്റൺ ടു പൾപ്പ് ജസ്റ്റ് ബിക്കോസ് ഹി അറ്റൻഡഡ് എ മുസ്ലിം മാരേജ് എന്നുള്ളതാണ്. അതിൽ കേരളത്തിൽ ഒരാൾ മറ്റൊരു മതവിഭാഗത്തിൻ്റെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ അടിച്ച് ഇതാക്കി എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചത് വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ വലിയ പ്രചാരം ഉണ്ടായിരുന്ന ഒരു വാർത്തയാണ്, ഒരു വ്യാജ വാർത്തയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വ്യാജം എന്ന് നമ്മൾ കരുതുന്നത്? നമ്മളിതിനെ വ്യാജം, നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വ്യാജമായിരിക്കും. അത് നമ്മൾ വ്യാജമാണെന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ഗണിത യുക്തി കൊണ്ടല്ല, പക്ഷെ അതേസമയം നമ്മുടെ ബോധ്യങ്ങൾ കൊണ്ടാണ്. നമ്മൾക്ക് അറിയാം കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം എന്താണെന്ന് അറിയാം, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല. നിരന്തരമായിട്ട് ഒരു വിഭാഗത്തിലുള്ളവർ മറ്റൊരു വിഭാഗത്തിലുള്ളവരുടെ വിവാഹ ചടങ്ങുകളിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് ഇത് സാധ്യതയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ ഒരൊറ്റ ഡേറ്റാ പോയിന്റ് മതി. ഈ ഒരു ഡേറ്റാ പോയിന്റ് കൊണ്ട് തന്നെ നമുക്ക് അത് വ്യാജ വാർത്തയാണെന്ന് അനുമാനിക്കാം. പക്ഷെ അതേസമയം ഈ വിവരാധിഷ്ഠിത യുക്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ഇതുപോലത്തെ ഡേറ്റാ പോയിന്റുകൾ നോക്കുക, അതൊക്കെ അങ്ങനെ നോക്കി ആയിട്ടാണ്. നിർമ്മിത ബുദ്ധിയുടെ പൊതുവെ പ്രവർത്തന രീതിയും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇതാണ് ആ ചിത്രം. ഈ ചിത്രത്തിലെ കഥാപാത്രവും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എന്ന് വെച്ചാൽ അത് സമ്പൂർണ്ണമായിട്ട് വ്യാജമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് മറ്റു മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഈ ചിത്രത്തിലെ കഥാപാത്രം ഇതല്ലെങ്കിൽ പോലും നമുക്കിത് വ്യാജമാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ബോധ്യങ്ങളും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, ചരിത്ര പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ കൂടി പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് നമ്മളൊരു അനുമാനത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ വെറും ഗണിത യുക്തിയിൽ അധിഷ്ഠിതമായിട്ടില്ല. ഇന്ന് ഈ ഗണിത യുക്തിയെക്കുറിച്ചും ഡേറ്റാ ഡ്രിവൺ യുക്തിയെക്കുറിച്ചും മറ്റുമൊക്കെ പറയുന്ന പലരും ഉണ്ട്. നമ്മൾ നവനാസ്തികർ എന്നൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തുന്ന കുറേ പേരുണ്ട്. അവരൊക്കെ പറയുന്ന യുക്തികളെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന വിഷയത്തിലോട്ട് കിടക്കുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം, ഈ ചിത്രം അമേരിക്കയിൽ ഉപയോഗിച്ച കോമ്പസ് എന്ന് പറയുന്ന ഒരു നിർമ്മിത ബുദ്ധി അൽഗോരിതത്തിൻ്റെ ഒരു ചിത്രമാണ്, സ്ക്രീൻഷോട്ടാണ്. സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പേരുണ്ട്, 2 കുറ്റവാളികളുണ്ട്. ഇവരിൽ ആരാണ് ഒന്നുകൂടി റീ ഒഫൻഡ് ചെയ്യാനുള്ള സാധ്യത ആർക്കാണ് കൂടുതൽ എന്നുള്ളതാണ് നിർമ്മിത ബുദ്ധിയുടെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വെള്ളക്കാരൻ വളരെ ലോ റിസ്ക് ആണ്, ഈ കറുത്ത വർഗ്ഗക്കാരൻ വളരെ ഹൈ റിസ്ക് ആണെന്നും കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത്, ഈ നിർമ്മിത ബുദ്ധി അൽഗോരിതം ചെയ്യുന്നത് ലഭ്യമായ എല്ലാ വിവരങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലഭ്യമായ എല്ലാ വിവരങ്ങളും എന്ന് പറയുമ്പോൾ ഈ ചരിത്രപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണ്, അപ്പോൾ ചരിത്രത്തിലുള്ള കഴിഞ്ഞ 10 വർഷത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ കറുത്ത വർഗ്ഗക്കാർ കൂടുതലാണ്, ഇതുപോലുള്ള കോറിലേഷനുകളെല്ലാം ഉപയോഗിക്കും. അപ്പോൾ ഇത്തരം ഡേറ്റയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് വളരെ യുക്തിനിഷ്ഠമായിട്ട് തന്നെയാണ് അത് ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ നിഗമനം തെറ്റാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും വിവരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് തെറ്റാവുന്നത്. ഒരാൾ റീ ഒഫൻഡ് ചെയ്യുമോ, ഒരാൾ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുമോ എന്ന് കണ്ടെത്താനായിട്ട് അയാളുടെ വംശവും അയാളുടെ വംശ ബാക്ക്ഗ്രൗണ്ടും മറ്റുമൊക്കെ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളിടത്താണ് ഇതൊരു പെശക് വരുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് എല്ലാ വിവരങ്ങളും ഉപയോഗിക്കണം എന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. എല്ലാ വിവരങ്ങളും ഉപയോഗിച്ച് ഇങ്ങനെയുള്ള പെശകുകൾ പറ്റും. അതും ഒരു പ്രശ്നമാണ്. അപ്പം അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഈ എന്താ പറയുക, വിവരങ്ങളെക്കുറിച്ചും വിവരാധിഷ്ഠിത തീരുമാനങ്ങളെക്കുറിച്ചും മറ്റൊക്കെ വിമർശനം പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ മാർക്സിനെ കുറിച്ച് പറയുന്ന ഒരു ഉദ്ധരണിയാണ്. ഡേവിഡ് ഹാർവേ എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ്, അദ്ദേഹം പറയുന്ന ഒരു സംഗതിയാണ്, മാർക്സ് ഇസ് നോട്ട് എ നാച്ചുറൽ സയന്റിഫിക് മെറ്റീരിയലിസ്റ്റ് ബട്ട് എ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റ് for whom human behaviors, beliefs, thoughts and ideologies are just as important to human action as physical materialities. അപ്പോൾ കേവല യുക്തിയും കേവല വിവരാധിഷ്ഠിത പ്രവർത്തനങ്ങളും നമ്മളെ നയിക്കുന്ന പാത അതിൽ നിന്നും ഭിന്നമായിട്ടുള്ളൊരു പാതയാണ് ചരിത്രപരമായിട്ടുള്ള യുക്തികൾ, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നുള്ളൊരു പാത. നാച്ചുറൽ മെറ്റീരിയലിസവും ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസവും തമ്മിലുള്ളൊരു ഭേദമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. യുക്തി എല്ലാ വിവരങ്ങളും ഉപയോഗിച്ച് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പറ്റാവുന്ന ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കണമെങ്കിൽ നമുക്കൊരു പക്ഷേ ചരിത്രപരമായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കാവുന്നതാണ്. അടുത്തത് 3-ാമത്തെ വിഷയത്തിലേക്കാണ്. ഞാനിവിടെ 3-ാമത്തെ വിഷയത്തിൻ്റെ
മൂന്നാമത്തെ വിഷയത്തിന് ഞാൻ നൽകിയിരിക്കുന്ന ടൈറ്റിൽ നിർമ്മിത ബുദ്ധിയുടെ ഉത്ഭവ കഥ എന്നുള്ളതാണ്. 1950 എങ്ങനെയാണ് നിർമ്മിത ബുദ്ധി, അമ്പതുകളിൽ ഉടലെടുത്ത ഒരു സാങ്കേതിക വിദ്യയാണ്. നമ്മൾ പലരും വിചാരിക്കുന്നത് 2022 നവംബർ 30 ChatGPT വന്നപ്പോൾ, പക്ഷേ ഇതിനൊരു ദീർഘമായ ചരിത്രമുണ്ട്. 1950 മുതൽ ഈ നിർമ്മിത ബുദ്ധിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആലോചനകളുണ്ട്. ആലോചനകൾക്ക് തുടക്കം കുറിച്ച ആളുടെ പേര് അലൻ ട്യൂറിംഗ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ഒരു പരീക്ഷണം അവതരിപ്പിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധി എങ്ങനെയായിരുന്നു, നിർമ്മിത ബുദ്ധി വിജയിച്ചു എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം, എങ്ങനെ നമ്മൾ കണക്കാക്കും എന്നുള്ളത്. മനുഷ്യനെ പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ, പേരിൽ തന്നെ അതുണ്ട്. പക്ഷെ മനുഷ്യനെ പോലെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് എങ്ങനെ കണക്കിലെടുക്കാൻ പറ്റും, എങ്ങനെ കണക്കാക്കാൻ പറ്റും, അങ്ങനെ കണക്കാക്കാനായിട്ട് ഒരു ടെസ്റ്റ് നിർമ്മിക്കുക. അതാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചിത്രത്തിൽ കാണുന്നത് നടുക്കുള്ളയാൾ രണ്ട് പേരുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. സംഭാഷണമൊക്കെ എഴുതി കൊടുത്ത ഇതും മറ്റുമൊക്കെയാണ്, അത് അപ്പുറത്തുള്ള ആളാരാണെന്ന് കാണുന്നില്ല. അങ്ങനെ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാൾ യന്ത്രവും ഒരാൾ മനുഷ്യനുമാണ്. ഇതിൽ യന്ത്രം ഏതാ മനുഷ്യൻ ഏതാന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ടാസ്ക്. അതിൽ യന്ത്രത്തിന് ഈ ഉത്തരങ്ങൾ നൽകുന്നതിലൂടെ താനൊരു മനുഷ്യനാണ് എന്ന് മറ്റയാളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ യന്ത്രം വിജയിച്ചു എന്നുള്ളതാണ്. മനസ്സിലായെന്ന് കരുതുന്നു. യന്ത്രത്തിന് താനൊരു മനുഷ്യനാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകാൻ കഴിഞ്ഞാൽ യന്ത്രം വിജയിച്ചു. യന്ത്രം ശരിക്കും യന്ത്രം മനുഷ്യനാണെന്ന് മറ്റയാൾ തെറ്റിദ്ധരിച്ചു. അപ്പോൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കൽ എന്നുള്ളതാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ ഇത്. ട്യൂറിംഗ് ടെസ്റ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മനുഷ്യനാണെന്നുള്ള തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക. അപ്പോൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന ഉത്തരങ്ങൾ നൽകുന്നതിലൂടെയാണ്. പ്രക്രിയാപരമായിട്ടല്ല, എങ്ങനെ ഉത്തരങ്ങൾ കണ്ടെത്തി എന്നുള്ളതിനെ ആശ്രയിച്ചല്ല, എന്താണ് ഉത്തരങ്ങൾ എന്നുള്ളതിനെ ആശ്രയിച്ച് മാത്രമാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇയാൾക്ക് ഇവിടെ ഈ നടുക്കിരിക്കുന്നയാളും മറ്റേയാളും തമ്മിലുള്ള ഒരു തിരശ്ശീലയോ എന്താ പറയുക, ഒരു ഇടയ്ക്കുള്ള ഒരു ഇതുണ്ട്. അയാൾക്ക് അപ്പുറത്തേക്ക് നോക്കാൻ പറ്റില്ല. അപ്പം എങ്ങനെ ഉത്തരം കണ്ടെത്തിയെന്ന് കണ്ടെത്താൻ പറ്റില്ല. എങ്ങനെ എന്നുള്ളത് പൂർണ്ണമായിട്ട് തമസ്കരിച്ച് എന്ത് എന്നുള്ളതിലേക്കാണ് ഇതിൻ്റെ ഒരു ഫോക്കസ്. അപ്പം പ്രോസസ്സ് എന്നുള്ളതല്ല, ഔട്ട്പുട്ട് എന്നുള്ളതാണ് ഫോക്കസ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെയാണ് നിർമ്മിത ബുദ്ധി വന്നു പെട്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രക്രിയയെക്കുറിച്ച് ഒന്നും അറിയേണ്ടതില്ല. ഏത് പ്രക്രിയയും സാധുവാണ്. നമ്മൾ പ്രക്രിയയെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏത് പ്രക്രിയ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഏത് പ്രക്രിയ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പക്ഷേ ഈ സർക്കാർ മേഖലയിലും മറ്റുമൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്തു എന്നുള്ളതിലാണ് ഫോക്കസ്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, അത് ആ ഒരു ഓഡിറ്റ് നമുക്ക് സാധ്യമല്ല. ആ ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ട്യൂറിംഗ് ടെസ്റ്റിലൂടെ തന്നെയുള്ള ഘടന ശരിക്കും കുറച്ച് മുതലാളിത്തത്തിന് അനുകൂലമായിട്ടുള്ള ചില അംശങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ വ്യക്തമാകുന്നതായിരിക്കുന്നു കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക്. അപ്പം ഇതിൽ ഈ ട്യൂറിംഗ് ടെസ്റ്റിന് ശേഷം, ട്യൂറിംഗ് ടെസ്റ്റ് നിർവചിച്ചതിന് ശേഷം 1955 ഡാർട്ട്മൗത്ത് എന്നൊരു സ്ഥലത്ത് ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. ആ കോൺഫറൻസ് ഈ കോൺഫറൻസിൽ എന്തൊക്കെയാണ് മനുഷ്യർ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് മറ്റുമൊക്കെ അങ്ങനെ വിവരങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷേ ഇതിനെ ഒരു നിർമ്മിത ബുദ്ധിയുടെ ഒരു വലിയൊരു ഇവൻ്റായിട്ടാണ് അത് അടയാളപ്പെടുത്തപ്പെടുന്നത്. അതിനെക്കുറിച്ച് ആകെ ലഭ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരാളുടെ കുറിപ്പുകളാണ്. അയാളുടെ മകളോ മറ്റോ സമാഹരിച്ചെടുത്ത അയാളുടെ കുറിപ്പുകൾ, ആ സമയത്തുള്ള കുറിപ്പുകൾ. അതിലെ ആ കുറിപ്പിൽ ഒരാൾ മാർവിൻ മിൻസ്കി എന്ന് പറയുന്ന AI രംഗത്തെ ഒരു വലിയ തലപ്പൊക്കമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന ഒരു സംഗതിയാണ്, ഞാനത് വായിക്കാം, അവിടെ കാണുന്നില്ല. ബൈ ദ ടൈം ദ പ്രോജക്ട് സ്റ്റാർട്ട്സ് ദ ഹോൾ ബഞ്ച് ഓഫ് us will, I bet, have an unprecedented agreement on philosophical and language matters so that there will be little time wasted on such trivialities. ദർശനവും ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലുള്ള നിസ്സാര കാര്യങ്ങൾ സമ്പൂർണ്ണമായിട്ട് നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ്. ഇതിനെ ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റായിട്ട് പരിചയപ്പെടുത്താം. നമ്മൾ സാധാരണ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ, നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ഇന്നുള്ള ധാരണകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അനുകരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ നിർമ്മിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? മനുഷ്യൻ്റെ ചിന്ത എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, പ്രജ്ഞാപരമായ അംശങ്ങൾ, കോഗ്നിറ്റീവായിട്ടുള്ള അംശങ്ങളുണ്ട്. പിന്നെ മനുഷ്യൻ്റെ വളരെ അനന്യമായിട്ടുള്ള ചില കഴിവുകൾ എന്ന് വെച്ചാൽ ഭാഷ എന്നൊക്കെ ഉള്ളത്. ഭാഷയ്ക്കൊരു സാമൂഹികതയുണ്ട്. ഈ സാമൂഹികമായ അംശങ്ങളും പ്രജ്ഞാപരമായ അംശങ്ങളും എല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതുപോലെ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ ട്യൂറിംഗ് ടെസ്റ്റിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അത് വിട്ടുകള എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് സമ്പൂർണ്ണമായിട്ടൊരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റായി. ഈ ദർശനവും ഭാഷയും
ഭാഷയും ഒക്കെ നിസ്സാരമായിട്ടുള്ള വിഷയങ്ങളായി. അന്ന് മുതലേ ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പല രീതിയിൽ നിർമ്മിത ബുദ്ധി മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പോൾ അതിൽ നിർമ്മിത ബുദ്ധി മുന്നോട്ട് പോയതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ സങ്കീർണമായിട്ടുള്ള യന്ത്രയുക്തികളും മറ്റുമൊക്കെ നമുക്ക് എങ്ങനെ യന്ത്രങ്ങൾ ഉൾച്ചേർക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതേസമയം ഇന്ന് എത്തി നിൽക്കുന്നത് വിവരാധിഷ്ഠിത നിർമ്മിത ബുദ്ധി എന്നുള്ള നിലയ്ക്കാണ്. ഈ വിവരാധിഷ്ഠിത നിർമ്മിത ബുദ്ധി ഞാനൊരു കുറച്ചൊരു പരിഹാസം കലർന്ന ഒരു ശൈലിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ, ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ട്യൂറിംഗ് ടെസ്റ്റിൽ മനുഷ്യൻ എന്തായാലും വിജയിക്കും. എന്ന് വെച്ചാൽ മനുഷ്യനാണോ യന്ത്രത്തിന് മനുഷ്യനെ അനുകരിക്കാനാകുമോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അപ്പോൾ മനുഷ്യൻ തീർച്ചയായിട്ടും വിജയിക്കുന്ന ഒരു ടെസ്റ്റാണ്. അതിൽ യന്ത്രം, ഇപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂളിലൊരു പരീക്ഷ ഉണ്ടെന്ന് കരുതുക. വളരെ നല്ലോണം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. അയാൾ വിജയിക്കും, മറ്റേ ആൾക്ക് വിജയിക്കണം. ഒരുപക്ഷെ ഒരു കാര്യം ചെയ്യാവുന്നത് മറ്റേ ആൾ പഠിക്കുക എന്നുള്ളതാണ്, പക്ഷെ അതിന് പകരം ചെയ്യാവുന്നത് കോപ്പി അടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ മനുഷ്യൻ്റെ ഔട്ട്പുട്ടുകളെ അതേപോലെ അല്ലെങ്കിൽ പോലും മറ്റൊരു രീതിയിൽ കോപ്പി അടിക്കുക. ഡേറ്റ ഡ്രിവൺ ലേണിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. മനുഷ്യൻ നിരവധിയായിട്ടുള്ള വിവരശേഖരങ്ങൾ ഉണ്ടാക്കുന്നു. ആ വിവരശേഖരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പല രീതിയിൽ അതിൽ നിന്നുള്ള ക്രമങ്ങൾ കണ്ടെത്തുകയും അവയെ പല രീതിയിൽ കൂട്ടിച്ചേർക്കുകയും മറ്റൊക്കെ ചെയ്തുകൊണ്ട് ഈ ഉത്തരങ്ങൾ നിർമ്മിക്കുക. അതിലൂടെ മനുഷ്യൻ്റെ ഒരു അനുകരണം സാധ്യമാകും എന്നുള്ളതാണ് ഇന്നത്തെ നിർമ്മിത ബുദ്ധിയുടെ ഒരു രീതി. അതിൽ മനുഷ്യൻ്റെ തീരുമാനങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത്. അതിനെ പല രീതിയിൽ യന്ത്രങ്ങൾ മുഖേന ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അടുത്തത് ഈ ഒരു ഡാർട്ട്മൗത്ത് കോൺഫറൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ പങ്കെടുത്ത ഒരാൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനത് വായിക്കാം ഇവിടെ. When part of a mechanism is concealed from observation, the behavior of the machine seems remarkable. എന്ന് വെച്ചാൽ ഒരു യന്ത്രമുണ്ട്, അതിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് ആരോടും പറയാതിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ, പക്ഷെ അതേസമയം അത് പ്രവർത്തിക്കുന്നുണ്ട്, അത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വളരെ ഗംഭീരമായിട്ട് തോന്നും. എങ്ങനെയെന്ന് വ്യക്തമാക്കാത്തിടത്തോളം കാലം അതൊരു മായാജാലം പോലെ തോന്നും. ഇത് എന്ന് വെച്ചാൽ കോപ്പി അടിച്ചാൽ അങ്ങനെയാണല്ലോ. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെന്ന് വ്യക്തമാക്കില്ല, പക്ഷേ ഈ കുട്ടി ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നല്ല ഉത്തരം വരുന്നുണ്ട്. എങ്ങനെയെന്ന് വ്യക്തമാക്കാത്തിടത്തോളം ഇതൊരു മായാജാലമാണ്. അതുപോലത്തെ അപ്പോൾ ഇവിടെയും ഇതാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ യുക്തി. അതും ഈ പ്രതീതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ പ്രതീതി ജനിപ്പിക്കുക എന്നുള്ളതാണ് ട്യൂറിംഗ് ടെസ്റ്റ് പറയുന്നത്. മനുഷ്യനാണ് എന്നുള്ള തെറ്റിദ്ധാരണ പ്രതീതി ജനിപ്പിക്കുക. പക്ഷെ അതേസമയം ആന്തരിക പ്രവർത്തനത്തിന് അത് മനുഷ്യൻ്റെ പ്രവർത്തനമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനുഷ്യൻ്റെ പ്രജ്ഞാപരമായ അംശങ്ങളോ സാമൂഹികമായിട്ടുള്ള അംശങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പം ഈ 2022 ചാറ്റ് GPT വരുന്നു. അതിനുശേഷം നോം ചോംസ്കിയോട് 2023 തുടക്കത്തിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ചാറ്റ് GPT ഒക്കെ വരുന്നല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച് എന്നുള്ളതാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ടൊരു ഉത്തരം പറയുന്നുണ്ട്. ചാറ്റ് GPT ഈസ് ഹൈടെക് പ്ലേജിയറിസം. പ്ലേജിയറിസം എന്ന് വെച്ചാൽ നമുക്ക് പലരും അധ്യാപകരാണ്, അപ്പോൾ അവർക്ക് അറിയാമെന്ന് വെച്ചാൽ കുട്ടികൾ ഒരുപക്ഷെ വല്ലയിടത്തും കോപ്പി അടിച്ചിട്ട് വരുന്നതിനാണ് നമ്മൾ പ്ലേജിയറിസം എന്ന് പറയുക. അപ്പോൾ ഹൈടെക് പ്ലേജിയറിസം എന്ന് വെച്ചാൽ എന്താണ്? കോപ്പി അടിച്ചു എന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള കോപ്പി അടി, അതാണ് ഹൈടെക് പ്ലേജിയറിസം എന്ന് വെച്ചാൽ പിടിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കോപ്പി അടി. അപ്പോൾ അങ്ങനെ കോപ്പി അടിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മാജിക് എലിമെൻ്റ് ഒക്കെ പോയി, മായാജാലത്തിൻ്റെ അംശമൊക്കെ പോയി. അപ്പോൾ അതാണ് എന്ന് നോം ചോംസ്കി ഇവിടെ പറയുന്നുണ്ട്. ചാറ്റ് GPT ഈസ് ഹൈടെക് പ്ലേജിയറിസം. എനിക്ക് തോന്നുന്നു ആ ഒരു വാദം ഒരുപക്ഷെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു വാദം ഒരുപക്ഷെ നിർമ്മിത ബുദ്ധിക്ക് മൊത്തത്തിൽ അടയാളപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു സംഗതിയാണ്. ഹൈടെക് പ്ലേജിയറിസം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വിവരാധിഷ്ഠിത നിർമ്മിത ബുദ്ധി. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്, ഞാൻ ഒരു ചാറ്റ് GPTയിൽ ഒരു ചോദ്യം ചോദിച്ചാണ്. അപ്പോൾ ഇത് കുമ്മാട്ടി എന്നുള്ളൊരു സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. 1979 അരവിന്ദൻ്റെ ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ആ സിനിമ ഞാൻ പെട്ടെന്ന് ഒരു വാചകത്തിൽ പറയുകയാണെങ്കിൽ, ഒരു കുമ്മാട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹം കുറേ കുട്ടികളെ മൃഗങ്ങളാക്കി മാറ്റുന്നു. അതിലൊരാൾ എന്നിട്ട് തിരിച്ച് കുട്ടികളാക്കി മാറ്റുന്നു. അപ്പോഴത്തേക്ക് ആ മൃഗമാക്കി മാറ്റിയപ്പോഴത്തേക്ക് ചിണ്ടൻ എന്ന് പറയുന്ന ഒരാൾ പട്ടിയാക്കി മാറ്റി, അയാൾ ഓടിപ്പോയി. അതുകൊണ്ട് പട്ടിയിൽ നിന്ന് അയാൾ തിരിച്ചു വരുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. ഞാൻ ചോദിച്ചത് ഹൂം വാസ് ചിണ്ടൻ ദ ഡോഗ് വെയിറ്റിംഗ് ഫോർ ഇൻ കുമ്മാട്ടി എന്നുള്ളതാണ്. അത് പറയുന്ന കുമ്മാട്ടി എന്നുള്ള ആളെ തന്നെയാണ് വെയിറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നതിലാണ് എൻ്റെ ഒരു ശ്രദ്ധ ഇവിടെ. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് കുമ്മാട്ടി സെൽഫ്ലെസ് നേച്ചർ and how he helped others with his dog waiting for him after Kummati's tragic passing. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ കുമ്മാട്ടി എന്നുള്ളയാൾ മരിച്ചു. അയാളുടെ പെറ്റ് ഡോഗാണ്, വളർത്തുനായ അതിനുശേഷം വിലപിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പൊതുവേ പാശ്ചാത്യ സിനിമകളുടെ ആഖ്യാനത്തിൽ
ഡോഗ്സിനെ കുറിച്ചും അതുപോലുള്ള സംഗതികളെക്കുറിച്ചും വളർത്തുന്ന നായ്ക്കളെ പെറ്റ്സിനെ കുറിച്ചും മറ്റുമൊക്കെ ഒരുപാട് സിനിമകളിലും മറ്റുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആഖ്യാനമാണ് ഇവിടെ എടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ChatGPT സംബന്ധിച്ചോളം ഈ കുമ്മാട്ടി 1979 ഇറങ്ങിയ സിനിമയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് വിവരങ്ങളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് ഈ ഹൈടെക് പ്ലേജിയറിസം എന്നുള്ള വർക്ക് ചെയ്താണ്. നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതായിരിക്കും എന്ന് തോന്നും. പക്ഷെ അതേസമയം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ 4ാമത്തെ ഇതിലേക്ക് കിടക്കാം. അപ്പോൾ അത് ഞാൻ ഒരു ശൃംഖല പ്രഭാവം എന്നോ മറ്റോ പറയുന്ന ഒരു രീതിയിലാണ് ഞാൻ ആ വിഷയം പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു ചോദ്യം, ഈ സ്ലൈഡിലുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ 2 സമൂഹ മാധ്യമങ്ങളുണ്ട്. ട്രസ്റ്റ് കഫേ എന്ന് പറയുന്നൊരു സമൂഹ മാധ്യമമുണ്ട്, ഫേസ്ബുക്ക് എന്നുള്ളൊരു സമൂഹ മാധ്യമമുണ്ട്. ഞാൻ ഒരു പക്ഷേ ഒന്ന് ഗസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആളുകൾ ട്രസ്റ്റ് കഫേയിൽ ഉണ്ടാവില്ല, മിക്കവാറും ആളുകൾ ഫേസ്ബുക്കിലുണ്ടാവും. ഈ സദസ്സിലുള്ളവരിൽ എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ട്രസ്റ്റ് കഫേയിൽ ജോയിൻ ചെയ്യാതെ ഫേസ്ബുക്കിൽ ജോയിൻ ചെയ്ത്? എന്തുകൊണ്ടെന്നുള്ളതിനും ഉത്തരവും വളരെ ലളിതമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഫേസ്ബുക്കിലാണ്, അതുകൊണ്ട് ഞാനും ഫേസ്ബുക്കിൽ കയറി എന്നുള്ളതാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ എല്ലാവരും ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ മൂല്യം. ട്രസ്റ്റ് കഫേ എന്ന് പറഞ്ഞ സംഗതി വിക്കിപീഡിയയുടെ ഒരു സമൂഹ മാധ്യമമാണ്. അതിൽ ആരും ഇല്ല, അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ? അതുകൊണ്ട് ഫേസ്ബുക്കിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതിൽ കൂടി തന്നെ അതിൻ്റെ ആ വിവര സേവനത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും മറ്റ് മേഖലകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഒരർത്ഥത്തിൽ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബൈക്ക് നിങ്ങൾ മേടിക്കാൻ പോവുകയാണെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു പ്രത്യേക കമ്പനിയുടെ ബൈക്ക് മേടിക്കുന്നു, എല്ലാവരും ആ ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ആ ബൈക്ക് മേടിച്ച് നല്ല സർവീസ് സെൻ്ററൊക്കെ കിട്ടിയേക്കും. പക്ഷെ അതേസമയം അതിനപ്പുറത്തേക്ക് അതിനൊരു മൂല്യമില്ല, അതിന് ആന്തരികമായിട്ട് അതിലൂടെ ഒരു മൂല്യമില്ല. ആ ബൈക്ക് മേടിക്കുന്നു, എല്ലാവരും ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മൊബൈൽ സിം കാർഡിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം BSNL ആണെങ്കിൽ ഒരു പക്ഷേ BSNL എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇൻട്രാ നെറ്റ്വർക്കായിട്ട് ഫ്രീ കോൾ കിട്ടും. പക്ഷെ അതല്ലെങ്കിലും മറ്റുള്ളവരെ വിളിക്കാം, ഒരു 50 പൈസ കൂടുതൽ ചിലപ്പോൾ ചിലവാക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ആ യുക്തിയൊക്കെ ഇപ്പോൾ മാറി, ഇപ്പോൾ എല്ലാം അൺലിമിറ്റഡ് കോളിംഗ് ആണ്. പക്ഷേ ഒരു കാലത്തുണ്ടായിരുന്ന യുക്തിയെക്കുറിച്ച് പറയാം. പക്ഷെ അതേസമയം ഈ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരെ കോൺടാക്ട് ചെയ്യാനേ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പം അതവിടെ നിൽക്കട്ടെ, സമൂഹ മാധ്യമങ്ങളിലേക്ക് പിന്നെ വരാം. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനവും ഇതേ രീതിയിലാണ്. അപ്പോൾ ഏറ്റവും വലിയ വിവരശേഖരങ്ങളുള്ള നിർമ്മിത ബുദ്ധി, ആ നിർമ്മിത ബുദ്ധിയാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത്. ഈ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ അതേ യുക്തിയാണ്. ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മൂല്യമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് പബ്ലിക്കായിട്ട് ലഭ്യമായിട്ടുള്ളത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡേറ്റ തെഫ്റ്റ് എന്നുള്ള കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ബുക്കുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിത ബുദ്ധി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയുള്ള അത് തന്നെയാണ് ഇപ്പോൾ ChatGPT ഒക്കെ ചെയ്യുന്നത്. പലപ്പോഴും ChatGPT കുറിച്ച് മറ്റൊക്കെയുള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞു, തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയാണ് ഇത്. ഞാൻ വെറുതെ പറയുന്നല്ലേ, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇന്നും ഇപ്പോൾ ട്യൂറിംഗ് ടെസ്റ്റ് വിജയിച്ചോ എന്നുള്ളതിനെക്കുറിച്ച് നിരവധിയായിട്ടുള്ള ലേഖനങ്ങൾ ഇന്നും ഒരുപക്ഷെ ഈ മാസവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒരുപാട് വിവരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിവരങ്ങൾ പരമാവധി ഉൾച്ചേർത്തുകൊണ്ട് ഒരു നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം മെച്ചം. പക്ഷേ ഇതിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സർക്കാർ മേഖലയിലോ മറ്റോ ഒക്കെ ഈ ഒരു നിർമ്മിത ബുദ്ധി നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് ലീഗലായിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മറ്റു വിവരങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഓഡിറ്റിങ്ങിലും മറ്റൊക്കെ വരുമ്പോഴത്തേക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ മേഖലയിലും മറ്റൊക്കെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരുപക്ഷെ നിർമ്മിത ബുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് അല്ലെങ്കിൽ മറ്റ് കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചോളം ആ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള തെഫ്റ്റിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അവർക്കാണ്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ഇന്നത്തെ സമകാലിക പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം എന്ന് കരുതുന്നു. നിർമ്മിത ബുദ്ധിയിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രയോജനവാദം, യൂട്ടിലിറ്റേറിയനിസം എന്നൊരു സംഗതിയാണ് എൻ്റെ ഇവിടുത്തെ വിഷയം. അപ്പം നമുക്ക് പൊതുവെ ഏതെങ്കിലും ഒരു സാങ്കേതികവിദ്യ നിർമ്മിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ആ സാങ്കേതികവിദ്യയിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാമാന്യമായിട്ടുള്ള പ്രയോഗക്ഷമത ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് ഉപയോഗപ്രദമാണെങ്കിൽ ഒരുപാട് വലിയ മാർക്കറ്റിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇന്ന് നമ്മൾ സിനിമകളിലൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. സിനിമകൾ ഇന്ന് വളരെ കമ്പോളവൽക്കരിക്കപ്പെട്ട, മൂലധനവൽക്കരിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണല്ലോ. അപ്പം ഇന്നത്തെ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് നിർമ്മിക്കുന്ന തന്നെ പല ഭാഷകളിലേക്കും പോകാനുള്ള സാമാന്യമായിട്ടുള്ളതാണ്. അതിലൊരു ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ സൂക്ഷ്മ സംസ്കാരം ഒന്നും ഉണ്ടാവില്ല. കമ്പോളത്തിനെ സംബന്ധിച്ചോളം എല്ലാവരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം മെച്ചം. അതേ യുക്തി നിർമ്മിത ബുദ്ധിയിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നിർമ്മിത ബുദ്ധിയിൽ ഈ യൂട്ടിലിറ്റേറിയനിസം എന്നാണ് പറയുക. ഗ്രേറ്റ്
ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു സ്ലൈഡിലുള്ളത് ഒരു ഗാന്ധി പറഞ്ഞ ഒരു വാചകമാണ്. ഞാനത് പറയാം. ഐ ഡു നോട്ട് ബിലീവ് ഇൻ ദ ഡോക്ട്രിൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ദ ഓൺലി റിയൽ ഡിഗ്നിഫൈഡ് ഹ്യൂമൻ ഡോക്ട്രിൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് ഓൾ. എല്ലാവർക്കും അതിൻ്റെ ഗുണഫലം കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അപ്പം നമ്മൾ യൂട്ടിലിറ്റേറിയനിസം, പ്രയോജനവാദം ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി ആളുകളെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലെ മുഖ്യധാരയായിരിക്കും പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുക. നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒരു മുഖ്യധാര എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും അധികം ആളുകൾ ഉൾക്കൊള്ളുന്ന ആണ് മുഖ്യധാര. അപ്പോൾ പാർശ്വങ്ങളിൽ ഉള്ള പല വൈവിധ്യങ്ങളുണ്ടാവും. ആ വൈവിധ്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുഖ്യധാരയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ അത് ചെയ്യുക. അപ്പം ഇത് അതിനുശേഷം വന്നിട്ടുള്ള 20-ാം നൂറ്റാണ്ടിലും മറ്റുമൊക്കെ പാശ്ചാത്യ ലോകത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിലും മറ്റുമൊക്കെ വലിയ തോതിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പേര് ജോൺ റോൾസ് എന്നുള്ള ഒരു പോളിസി അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല കോൺട്രിബ്യൂഷൻസും ഉണ്ട്. അപ്പോൾ ജോൺ റോൾസ് ഒരു ലിബറൽ എന്ന് വെച്ചാൽ പൊതുവേ മുതലാളിത്തത്തോട് കുറച്ചൊക്കെ ചങ്ങാത്തം പുലർത്തിക്കൊണ്ട് കുറച്ചൊക്കെ സാമൂഹ്യ നീതി വേണം എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അത് ഇപ്പം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അദ്ദേഹം പോലും ഈ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നുള്ളതിനെ കാര്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ അവിടെ വലതുവശത്ത് ചേർത്തിട്ടുള്ള ചിത്രം എന്തെങ്കിലും ഒരു ചാറ്റ് GPT പോലെയോ എന്തെങ്കിലും ഒരു ഇതിൽ കയറിയിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചിത്രം ചോദിക്കുകയാണെന്ന് കരുതുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചിത്രം ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും അതുപോലത്തെ ഒരു ചിത്രമായിരിക്കും കിട്ടുക. എന്താണെന്ന് വെച്ചാൽ അതിലെ വിവരശേഖരങ്ങളിലുള്ള മുഖ്യധാര എന്നുള്ളതാണ് അത്. ആ വിവരശേഖരങ്ങൾ മിക്കവാറും പാശ്ചാത്യ വിവരശേഖരങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ മുഖ്യധാരയിൽപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതായിരിക്കും നമുക്ക് തരിക. അപ്പോൾ അതാണ് പൊതുവിൽ കിട്ടുക. നമുക്കിപ്പോൾ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ പുട്ടുപിടിയപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിന് വിപരീതമായിട്ട് മറ്റൊരു യുക്തിയുണ്ട്. അത് വ്യക്തീകരണം, പേഴ്സണലൈസേഷൻ. വ്യക്തീകരണം എന്നൊരു വാക്കുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അത് എനിക്കൊന്ന് ആശയം സൂചിപ്പിക്കുന്നതാണെന്ന് കരുതുന്നു. പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞൊരു യുക്തിയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ കാണുമ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും ഞാൻ കുറേയൊക്കെ ചാറ്റ് GPT എടുത്ത് ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുട്ടൊക്കെ തരുന്നുണ്ടല്ലോ എന്ന് വേണേൽ പറയാം. പക്ഷെ അത് പേഴ്സണലൈസേഷനാണ്. ഈ പേഴ്സണലൈസേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗൂഗിൾ സെർച്ചിൻ്റെ ഈ വിവര റിട്രീവൽ എന്നുള്ളൊരു ലോജിക് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പാറ്റേണുകൾ കണ്ടെത്തുക എന്നുള്ളത്. ആ കണ്ടെത്തലും ഇതും കൂടെ ചേർന്ന് സമന്വയിപ്പിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയാണ് ഈ വ്യക്തീകരണം സംഭവിക്കുന്നത്, പേഴ്സണലൈസേഷൻ സംഭവിക്കുന്നത്. ഈ പേഴ്സണലൈസേഷൻ്റെ ഒരു വലിയൊരു നമ്മൾ പലപ്പോഴും വിചാരിക്കും പേഴ്സണലൈസേഷൻ വളരെ മെച്ചമാണല്ലോ. എനിക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു പക്ഷേ ഫുട്ബോളാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എനിക്ക് ചുമ്മാ ക്രിക്കറ്റിൻ്റെ മറ്റുമൊക്കെ പോസ്റ്റ് തന്ന് ബോറടിപ്പിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഫുട്ബോൾ തന്നാൽ പോരെ, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തരുന്നു എന്നുള്ള ഒരു സംഗതി നമുക്കത് വളരെ യുക്തിപരമായിട്ട് തോന്നാം. അത് ഈ പ്രതീതിയും യാഥാർത്ഥ്യം തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. യാഥാർത്ഥ്യം അതിൻ്റെ ആ ഒരു സൂക്ഷ്മവശം ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. അപ്പോൾ അതിൽ ഒരാൾ സ്വല്പം റൈറ്റ് ലീനിങ് ആണെന്ന് കരുതുക, സ്വല്പം വലത്തോട്ട് ചായ്വുള്ള, രാഷ്ട്രീയ വലതിനോട് ചായ്വുള്ള ഒരാളാണെന്ന് കരുതുക. അപ്പം അങ്ങനെ വരുമ്പോൾ അയാൾക്ക് കൂടുതൽ ഒരുപാട് ഈ വലത് വീക്ഷണങ്ങൾ ഉള്ള വാർത്തകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുക. അതായിരിക്കും പേഴ്സണലൈസേഷൻ ചെയ്യുക. ഈ വിവരങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിനൊരു സ്വഭാവമുണ്ട്. വിവരങ്ങൾ നമ്മളെ തന്നെ മാറ്റുകയും ചെയ്യും. നമ്മുടെ വീക്ഷണകോണിനെ അത് കാര്യമായിട്ട് രീതിയിൽ സ്വാധീനിക്കും. അതിലൂടെ ഈ സ്വല്പം വലത്തോട്ടുള്ള ചായ്വുള്ള ആൾ ഒടുക്കം തീവ്ര വലതുപക്ഷത്തേക്ക് എത്തും. അതേപോലെ തന്നെ മറുവശത്തും. അപ്പോൾ ഈ പേഴ്സണലൈസേഷനിലൂടെ സംഭവിക്കുന്നത് ഈ ഓരോ വ്യക്തിയെയും, പല വ്യക്തികളെയും ഈ ഒരു വർണ്ണരാജിയുടെ രണ്ടറ്റങ്ങളിലേക്കായിട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അതിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നതിലൂടെ അൽഗോരിതങ്ങൾക്കൊരു വലിയ ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൻറ്ററിൽ നിൽക്കുന്ന ഒരാളാണെന്ന് കരുതുക. നമ്മൾ സെൻറ്ററിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ വലത് വീക്ഷണങ്ങളോട് താല്പര്യം ഉണ്ടാവും, ചില കാര്യങ്ങളിൽ ഇടത് വീക്ഷണങ്ങളോട് താല്പര്യം ഉണ്ടാവും. ഇതൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ആ അൺപ്രഡിക്റ്റബിലിറ്റിയെ മുഴുവൻ ഒഴിവാക്കി കളഞ്ഞു. എന്താ വെച്ചാൽ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ പ്രഡിക്റ്റബിളായി, അൽഗോരിതത്തെ സംബന്ധിച്ചോളം നമ്മൾ വളരെ പ്രവചനാത്മകമായി മാറുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ അതിൽ ഞാൻ 1-2 ആനിമേഷൻ ഉണ്ടായിരുന്നു, അത് വിട്ടുകളയാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേഴ്സണലൈസേഷനിൽ വരുന്നത് നമ്മളെക്കുറിച്ച് ചില വിവരങ്ങളാണ് അൽഗോരിതങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. ഇപ്പം ഉദാഹരണത്തിന് ഇതുവരെ നാടകം കാണാൻ പോയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ എനിക്ക് നാടകത്തിനോട് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഒരു കാലത്തും അൽഗോരിതത്തിന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പോസ്റ്റുകൾ എനിക്ക് തരത്തേയില്ല. അതുകൊണ്ട് നമ്മുടെ മനുഷ്യ ജീവിതം എന്നുള്ളതിൽ തന്നെയുള്ള ഒരു വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അതിനെ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്നതിനെ അവമതിക്കുന്ന രീതിയിലാണ്
ഈ അൽഗോരിതങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രതീതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. നമുക്ക് ഒരുപക്ഷെ പൊളിറ്റിക്സിനോടും താല്പര്യമുണ്ട്, ഡ്രാമയോടും താല്പര്യം ഉണ്ടെങ്കിൽ പോലും പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വരില്ല. പൊളിറ്റിക്സിൻ്റെ കുറേ പോസ്റ്റ് വരും, ഡ്രാമയുടെ കുറേ പോസ്റ്റ് വരും. ഇപ്പോൾ ഇത് ഏതിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ ഊഹിക്കാൻ പറ്റിയേക്കും. KPSCയുടെ ഒരു നാടകമാണ്. അപ്പോൾ പ്രതീതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യം എന്നുള്ളതാണ് ഈ പ്രതീതി. പക്ഷേ അതേസമയം യാഥാർത്ഥ്യം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, പരമാവധി ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് ശ്രദ്ധ പിടിച്ചു പറ്റലാണ് പൊതുവെ നിർമ്മിത ബുദ്ധിയുടെയും പൊതുവെ സാങ്കേതിക ലോകത്തിൻ്റെയും ഒരു പ്രധാന ഇത്. ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ ആ ശ്രദ്ധ എടുത്തിട്ട് നമുക്ക് പരസ്യദാതാക്കൾക്ക് വിൽക്കാം. അപ്പോൾ ഈ പരസ്യ നിബിഡമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായിട്ട് ഇന്ന് നിർബന്ധ ബുദ്ധി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമൂഹ മാധ്യമങ്ങൾ. അപ്പം സമൂഹ മാധ്യമങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് പലപ്പോഴും ഒരൊറ്റ തരം സുഹൃത്തുക്കൾ മാത്രമാണ് ഉണ്ടാവുക. ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. എല്ലാം ഒരൊറ്റ തരം സുഹൃത്തുക്കൾ. നമുക്ക് ഒരുപക്ഷെ എന്ന് വെച്ചാൽ ചില പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കേണ്ടത് ഒരുപക്ഷെ സ്കൂൾ കാല സുഹൃത്തുക്കളുമായിട്ടായിരിക്കാം. ഒരുപക്ഷെ മറ്റ് ചില കാര്യങ്ങൾ, ഒരുപക്ഷെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്ക് അടുത്തുള്ള കൾച്ചറൽ സൊസൈറ്റിയുടെ ഗ്രൂപ്പിലായിരിക്കാം. അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളുണ്ടാവും. പക്ഷെ അതേസമയം ഫേസ്ബുക്കിൽ ഒരൊറ്റ തരം സുഹൃത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായിരിക്കാം പങ്കുവെക്കുക? നമ്മൾ പങ്കുവെക്കുന്നത് മിക്കവാറും ഈ വലതുവശത്ത് കാണുന്ന പോലെ നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോയി, ഇത് പോയി എന്നുള്ള സംഗതികളായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ഇടതുവശത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഭക്ഷണം പാകം ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊന്നും നമ്മൾ ഒരിക്കലും പോസ്റ്റ് ചെയ്യില്ല. ഇത് ഒരുപക്ഷെ നമ്മൾ ചില ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് മാത്രമായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോസ്റ്റ് ചെയ്തെന്നിരിക്കും. അപ്പോൾ ഇത് ഒരൊറ്റ തരം സുഹൃത്തുക്കളോട് സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അംശങ്ങൾ മാത്രം എടുത്ത് പ്രകാശിപ്പിക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ ആ ലോകത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ ലോകത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ സമൂഹ മാധ്യമ ഉപഭോക്താവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും എല്ലാവരും സന്തോഷിക്കുകയാണ്, നമ്മുടെ ജീവിതം കുളന്നോണ്ടി കിടക്കുകയാണ് എന്നുള്ളത് തോന്നും. വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും. അപ്പോൾ ഈ വാട്സാപ്പിൽ നമ്മൾ ഇതിനെയൊക്കെ ഈ ഒരു സംഗതി അത്ര കണ്ട് വരുന്നില്ല. എന്താ വെച്ചാൽ വാട്സാപ്പിൽ ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ അതേസമയം ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളെ ക്രമേണ കുറയ്ക്കാൻ, അതിൻ്റെ സ്വാധീനത്തെ ക്രമേണ കുറയ്ക്കാനുള്ള ഒരു പലതരത്തിലുള്ള വിദ്യകൾ അവിടെ വരുന്നുണ്ട്. ചാനൽ എന്ന് പറയുന്ന ഒരു സംഗതി, ചാനൽ എല്ലാവരിലേക്കും പ്രക്ഷേപണം ചെയ്യാന്നുള്ളതാണ്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സംഗതി, അവിടെയും ഒരൊറ്റ തരം സുഹൃത്തുക്കൾ. ഈ ഗ്രൂപ്പുകൾ എന്നുള്ളതിൽ നിന്ന് സ്റ്റാറ്റസിലേക്കും ചാനലുകളിലേക്കും പോകുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു മാറ്റം കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ വാട്സാപ്പിൻ്റെ ഒരു ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മളതിലിപ്പോൾ ഈ അടുത്ത് കാണിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇത്ര പേര് ഓൺലൈനാണെന്ന് കാണിക്കും. എന്ന് വെച്ചാൽ 50 പേരുടെ ഗ്രൂപ്പാണെങ്കിൽ 6 പേര് ഓൺലൈൻ, അല്ലെങ്കിൽ ഇന്നയാൾ ടൈപ്പ് ചെയ്യുന്നു എന്നൊക്കെ കാണിക്കും. അപ്പോൾ ഇന്നയാൾ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മെസ്സേജ് വരുമ്പോഴത്തേക്കും നമ്മൾ കാണുമല്ലോ. പക്ഷെ അതേസമയം അതുപോരാ, നമ്മൾ പരമാവധി എങ്ങനെയെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾ എങ്ങനെയെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ നിരന്തരമായിട്ട് വിവരങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കണം. ആ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റി ആ ശ്രദ്ധയെടുത്ത് പരസ്യദാതാക്കൾക്ക് വിറ്റിട്ടാണ് ഇവരുടെ പരിപാടി. ആ പരിപാടിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പം ഞാൻ ഈ സ്ലൈഡിലുള്ളത് ഒരു സ്ക്രീൻഷോട്ടാണ്. അതിൽ 1924 നാരായണ ഗുരു ഒരു സർവ്വമത സമ്മേളനം വിളിക്കുന്നുണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ. അതിൻ്റെ കവാടത്തിൽ എഴുതി വെച്ചൊരു സംഗതിയാണ്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളതാണ് അദ്ദേഹം എഴുതി വെച്ചത്. ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നേരെ വിപരീതമായിരിക്കും. വാദിക്കാനും ജയിക്കാനുമാണ്, അറിയാനും അറിയിക്കാനുമല്ല എന്നുള്ളതായിരിക്കാം ഇന്നത്തെ സമൂഹ മാധ്യമത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഗതി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സമൂഹ മാധ്യമം എന്നുള്ളത് നമ്മുടെ സാമൂഹിക ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നു എന്നുള്ള തോന്നൽ സൃഷ്ടിക്കുകയും എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയും, പക്ഷെ അതേസമയം നമ്മളെ വല്ലാത്തൊരു എന്താ പറയുക ആങ്സൈറ്റിയുടെയും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ ഇന്ന് വലിയ തോതിൽ സമൂഹത്തിലുണ്ട്. അത്തരം ഇതിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്തത് ഇന്നത്തെ സമകാലിക യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിൽ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ എന്നൊരു തത്വം എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഹൗ ടു സ്റ്റേ സ്മാർട്ട് ഇൻ എ സ്മാർട്ട് വേൾഡ്. അത് ഒരു സൈക്കോളജിസ്റ്റ് എഴുതിയാണ്, ഗേർഡ് ഗിഗറൻസർ. അദ്ദേഹം പറയുന്ന അഡാപ്റ്റ് ടു AI പ്രിൻസിപ്പിൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാത്തിനെയും എ ഐക്ക് അനുയോജ്യമായി, AI അനുരൂപമായിട്ട് വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ശരിക്കും മാർക്സ് പണ്ട് പറയുന്നുണ്ട്, മുതലാളിത്തം എന്താ ശ്രമിക്കാന്ന് വെച്ചാൽ, മുതലാളിത്തം എല്ലാത്തിനെയും മുതലാളിത്തത്തിന് അനുയോജ്യമായിട്ടുള്ള ഘടനയിലേക്ക് കൊണ്ടെത്തിക്കും. ഇന്ന് മുതലാളിത്തവും AI ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാത്തിനെയും AI അനുയോജ്യമായിട്ടുള്ള ഘടനയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതിന് അദ്ദേഹം പല ഉദാഹരണം പറയുന്നുണ്ട്. ഒന്ന്, ജപ്പാനിലും മറ്റുമൊക്കെയുള്ള റോഡുകളുടെ അരികുകൾ
അരികുകൾക്ക് വേറൊരു നിറം കൊടുക്കണം എന്നോ അങ്ങനെ എന്തോ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വരുമ്പോഴത്തേക്കും അവയ്ക്ക് കണ്ടെത്താൻ പറ്റണം, അതിനനുസരിച്ച് നമ്മൾ റോഡുകൾ പണിയണം. അപ്പോൾ ഇതിന് വിവരസാന്ദ്രത കൂട്ടണം, ഒരുപാട് ക്യാമറകൾ വെക്കണം. അത് പിന്നെ ഒരുപാട് ക്യാമറകൾ വെക്കുന്ന നല്ല കാര്യങ്ങൾക്കും ചെയ്യാം, പക്ഷെ അതേസമയം ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം പ്രേരണകളും വന്ന് ഭവിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മറ്റൊന്ന്, ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എത്തിക്കാൻ സാധിക്കണം. അത് പ്രവചനാത്മകത കൂട്ടണം. അതിനാണ് നേരത്തെ പറഞ്ഞ പേഴ്സണലൈസേഷനൊക്കെ വരുമ്പോൾ മനുഷ്യരെ തന്നെ അങ്ങ് മാറ്റിയാൽ മതി. മനുഷ്യരുടെ ചിന്താഗതിയെ തന്നെ വളരെ പ്രഡിക്റ്റബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രവചനാത്മക അല്ലാണ്ട് തന്നെ കൂടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അഡാപ്റ്റീവ് എ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ ചുറ്റും നോക്കിയാൽ അതിൻ്റെ പല മാനിഫെസ്റ്റേഷൻസും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, 1902 ലെനിൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വാട്ട് ഇസ് ടു ബി ഡൺ. അദ്ദേഹം അങ്ങനെ ഒരു ലഘുലേഖ പുറത്തിറക്കുകയുണ്ടായി 1902 1903 കാലഘട്ടത്തിൽ. ഈ ബോൾഷെവിക് പാർട്ടിയൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ വാട്ട് ഇസ് ടു ബി ഡൺ എന്നുള്ള ചോദ്യം ഇന്നത്തെ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു ചരിത്രസന്ധിയിലും വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇങ്ങനെ ഇത്രയും മുതലാളിത്തവും നിർമ്മിത ബുദ്ധിയൊക്കെ ഇങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിന് എന്താ പറയുക, ഇതിനെ പുനരാവിഷ്കരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനുള്ള ബദലുകളിലേക്കുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്തരം ആലോചനകളിൽ ഒരു പ്രശ്നം, ഈ ബദലുകളെ കുറിച്ചുള്ള ആലോചനകളിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലരും വിചാരിക്കുന്നത് എന്താണ് ബദൽ എന്നുള്ളത് നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയും, എന്താണ്. അപ്പോൾ ഇങ്ങനെ ലളിതമായിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് സാങ്കേതിക മാത്രമായിട്ടുള്ള എന്തൊക്കെയോ ബദലുകൾ കൊണ്ട് നമുക്ക് എന്തൊക്കെയോ നേടാം എന്നുള്ളൊരു തോന്നലാണ്, എന്നുള്ളൊരു പൊതുബോധം. നമുക്ക് ഈ അൽഗോരിതത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം എന്നുള്ളൊരു പൊതുബോധമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതേസമയം ഇത് ഈ അൽഗോരിതത്തിലുള്ള മാറ്റം മാത്രമല്ല, ഇത് ഈ പൊളിറ്റിക്കൽ എക്കോണമി ഉണ്ട്, അതിൻ്റെ പൊളിറ്റിക്കൽ എക്കോണമിയുടെ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനോട് പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വർഗരാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഒരു മുതലാളിത്ത വിരുദ്ധ മുന്നേറ്റങ്ങളും അത്തരം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാതെ നമുക്ക് നിർമ്മിത ബുദ്ധിക്ക് ഇന്നത്തെ മുതലാളിത്ത നിർമ്മിത ബുദ്ധിക്ക് ഒരു ബദൽ എന്നുള്ള ചിന്തയിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ ആമുഖമായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. ഒരു 5 മിനിറ്റിൽ ഞാൻ നിർത്താം. ഇത് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു സംഗതി ദേശസാൽക്കരിക്കണം എന്നുള്ളതാണ്. നിർമ്മിത ബുദ്ധിയെ ദേശസാൽക്കരിക്കുക എന്ന് വെച്ചാൽ അത് വളരെ ലോജിക്കലായിട്ടുള്ള, വളരെ യുക്തിപരമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. നല്ല കാര്യമാണ്, നല്ല യുക്തിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇവർ ഈ നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്നത്. ഈ നിർമ്മിത ബുദ്ധിയിൽ അൽഗോരിതങ്ങളുണ്ട്, പക്ഷേ ഈ അൽഗോരിതങ്ങൾ തന്നെയും പലപ്പോഴും പബ്ലിക് ഫണ്ട് ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ അതുകൂടാതെ അൽഗോരിതങ്ങൾ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ അൽഗോരിതങ്ങൾ വെച്ചുകൊണ്ടും ഈ പാറ്റന്റുകളിലൂടെയും മറ്റുമൊക്കെ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഓൺസ് എവറിത്തിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ എല്ലാ വിജ്ഞാനവും സർക്കാരിന് ഒരുപക്ഷെ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ നിർമ്മിത ബുദ്ധി ദേശസാൽക്കരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദേശസാൽക്കരിച്ച് കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ അകത്തുള്ള ഡേറ്റ മാത്രമേ കിട്ടുള്ളൂ. നമ്മളൊരു നേഷൻ സ്റ്റേറ്റിൻ്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. ആ നേഷൻ്റെ അകത്തുള്ള ആ രാജ്യത്തിൻ്റെ അകത്തുള്ള ഡേറ്റ മാത്രമാണ് ആ സർക്കാരിന് ലഭ്യമാവുക. പക്ഷെ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഇന്ത്യയിലുള്ള ഡേറ്റ മുഴുവൻ എടുത്തിട്ടൊരു നിർമ്മിത ബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ChatGPT ആയിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ലോകത്തെ മുഴുവൻ ഡേറ്റ ഉണ്ട്, എല്ലായിടത്തും കവർന്നെടുത്ത ഡേറ്റ ഉണ്ട്. അപ്പം ഒരുപക്ഷെ വേണ്ടത് ദേശങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സഖ്യമായിരിക്കാം വേണ്ടത്, ഒരു വർഗ സ്വഭാവമുള്ള, എന്ന് വെച്ചാൽ വിമോചന സ്വഭാവമുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള. ഇപ്പം ഇത് 2 ദിവസം മുമ്പ് ദേശാഭിമാനിയിൽ വന്നൊരു വാർത്തയാണ്, നിർമ്മിത ബുദ്ധി ആഗോള സംഘടന വേണം എന്ന് ചൈന. ഇത്തരം ആലോചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ പാശ്ചാത്യ ലോകത്തും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയും, നമ്മൾ AI കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അമേരിക്ക മുന്നിലാണ്, കുറച്ച് കഴിയുമ്പോൾ യൂറോപ്പ് മുന്നിലായിരുന്നു, ഇനിയിപ്പോൾ നമ്മൾ ചൈനയെ വെട്ടിക്കണം. ഇങ്ങനെ ഈ ദേശങ്ങൾ തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ യുക്തിയിലോട്ട് ഇതിനെ കൊണ്ടെത്തിക്കും. പക്ഷെ അതേസമയം വിമോചനപരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വിവരങ്ങളും എല്ലാവരുടെയും ഗുണത്തിനായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അലയൻസ്, ഒരു ഐക്യം, അത് ഇപ്പോൾ നമ്മൾ ഈ സ്വതന്ത്ര വിജ്ഞാനം എന്നൊക്കെ പറയുന്ന, സ്വതന്ത്ര വിജ്ഞാന ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ്. മറ്റൊരു കാര്യം, പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു സംഗതി, മനുഷ്യരും AI-യും കൂടെ ചേർന്ന് വളരെ ഒരു എന്താ പറയുക, വളരെ ഹാർമണിയിൽ, വളരെ സൗമ്യമായിട്ട് ഇത് രണ്ടും കൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ നമുക്ക് ആലോചിച്ചോട്ടെ, മനുഷ്യരും AI-യും കൂടെ ചേർന്ന് പ്രവർത്തിച്ചാലേ ശരിയാവുള്ളൂ.
അപ്പോൾ ഇതിനെ ഇങ്ങനെ അരാഷ്ട്രീയമായിട്ട് അവതരിപ്പിക്കുന്നതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് മനുഷ്യരും ഈ യന്ത്രങ്ങളും തമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രപരമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇത് താഴെ ഞാൻ ചേർത്തിട്ടുള്ള ഇത് മൂലധനം വാല്യം ഒന്നിൽ നിന്നുള്ളതാണ്. അത് മലയാളത്തിലാക്കിയിട്ട് ചേർത്തിട്ടുള്ളതാണ്. നിർമ്മാണോപാധി യന്ത്രരൂപം പ്രാപിക്കുന്ന നിമിഷം മുതൽ തൊഴിലാളിയുമായിട്ടുള്ള മത്സരത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് മാർക്സ് പറയുന്നത്. അപ്പം യന്ത്രം അങ്ങനെ കേവലമായിട്ടുള്ളൊരു ഇതല്ല. മനുഷ്യനെ പരമാവധി, യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ യുക്തി തന്നെ മനുഷ്യനെ നിർമ്മാണ പ്രക്രിയയിൽ നിന്ന് പരമാവധി പുറന്തള്ളുക എന്നുള്ളൊരു യുക്തിക്ക് പുറത്താണ്. അങ്ങനെയുള്ളൊരു യുക്തി ഉള്ളപ്പോൾ ആ യുക്തിയെ നേരിട്ടുകൊണ്ടല്ലാതെ ഈ മനുഷ്യനും യന്ത്രവും കൂടെ സൗമ്യമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു സംഗതി സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഈ മുതലാളിത്തത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ മനുഷ്യനും യന്ത്രവും കൂടെ ചേർന്ന് പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നതിൽ ചെറിയ തരത്തിലുള്ള ശരികേടുകളുണ്ട്. ശരിയായ അർത്ഥത്തിൽ എങ്ങനെയാണ് മനുഷ്യനും യന്ത്രവും ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. പിന്നെ ഈ സ്ലൈഡിലുള്ളത് ഒരു വിക്കിപീഡിയയുടെ ഒരു ലോഗോ ആണ്. വിക്കിപീഡിയ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. വിക്കിപീഡിയയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ പറയാൻ ഉള്ളതല്ല ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ച് നല്ല വശങ്ങൾ പറയണം. വിക്കിപീഡിയ എന്ന് പറയുന്ന ഒരു വിവരസേവനമാണ്. ആ വിവരസേവനത്തിൽ അനവധി ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ടെക്സ്റ്റ് എഴുതുന്നുണ്ട്, ചിലർ ആ ടെക്സ്റ്റുകൾ തിരുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പണിയെടുക്കുന്നുണ്ട്. അധ്വാനവും ഈ അൽഗോരിതങ്ങളും കൂടെ ചേർന്നുകൊണ്ട് ഒരുപാട് മനുഷ്യാധ്വാനം ഉൾച്ചേരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ വിക്കിപീഡിയയുടെ ക്രമീകരണത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു വിവര സ്രോതസ്സാണ്. ആ വിവര സ്രോതസ്സിൻ്റെ ആധികാരികതയ്ക്ക് പ്രശ്നമുള്ള ചില വിഷയങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അതേസമയം പൊതുവിൽ ആധികാരികമായിട്ടുള്ള ഒരു വിവര സ്രോതസ്സാണ്, ചില വിഷയങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ. അപ്പോൾ നമ്മൾ അതേസമയം ഈ വിവര സേവനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു തരം വിവര സേവനമുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു നേരത്തെ സംസാരിച്ചോട് സൂചിപ്പിച്ച പോലെ നമ്മുടെ മൊബൈലിൽ വരുന്ന കുറേ അലേർട്ടുകളുണ്ട്. അതിലൂടെ മിക്കവാറും വ്യാജ വാർത്തകൾ വന്നു വരുന്നു. അപ്പോൾ ഇതിലും ഇതേ തന്നെയാണ്. എന്ന് വെച്ചാൽ സമൂഹ മാധ്യമങ്ങളിലും മനുഷ്യരുണ്ട്, ധാരാളം അൽഗോരിതങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് കൊണ്ടെത്തിക്കുന്നത് മുഴുവൻ വ്യാജ വാർത്തകളുടെ ലോകത്തേക്കാണ്. പക്ഷെ അതേസമയം ഈ വിക്കിപീഡിയയുടെ ആധികാരികതയും അവിടെ കിടക്കുന്നു. അപ്പോൾ ഈ വിക്കിപീഡിയ ഒരു പ്രോഫിറ്റ് കേന്ദ്രീകൃത, ഒരു ലാഭ കേന്ദ്രീകൃത എൻറ്റിറ്റി അല്ല. അതുകൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ അൽഗോരിതമിക് ക്രമീകരണങ്ങൾ മറ്റൊരു രീതിയിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും അത് ഈ യന്ത്രങ്ങളൊക്കെ മാറ്റിയാൽ പോരെ. ഫേസ്ബുക്കിന് അങ്ങനെ മാറ്റാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് പ്രവർത്തിക്കുന്നത് ഫേസ്ബുക്കിന് മനുഷ്യർക്ക് നന്മയാണെന്നുള്ള അർത്ഥത്തിലല്ല, ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പലപ്പോഴും AI കുറിച്ച് പറയുമ്പോൾ AI എന്തോ ഒരു വലിയൊരു പൊട്ടിമുളച്ച് വീണ ഒരു സംഗതിയായിട്ട് വിചാരിക്കും. പക്ഷേ AI എന്ന് പറയുന്നത് ഒരു വിവരാധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ്. ഇതിനുള്ള വലിയ തോതിലുള്ള വിവര സ്രോതസ്സുകൾ നിർമ്മിച്ചത് മനുഷ്യരാണ്. ആ വിവര സ്രോതസ്സുകളെ ക്രോഡീകരിച്ചത് മനുഷ്യരാണ്. ഈ AI ഒക്കെ ChatGPT ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നല്ല ടെക്സ്റ്റ് കിട്ടും. ഈ നല്ല ടെക്സ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? മോശപ്പെട്ട ടെക്സ്റ്റുകളെല്ലാം കണ്ടെത്തി ഒഴിവാക്കാനായിട്ട് കെനിയയിലും മറ്റുമൊക്കെ ധാരാളം ആയിരക്കണക്കിന് ആളുകൾ പണിയെടുത്തിട്ടുണ്ട്. അതിൽ അധ്വാന തീക്ഷ്ണമായ ഒരു വ്യവസായം കൂടിയാണ് AI. പിന്നെ അതുകൂടാതെ അൽഗോരിതങ്ങളുടെ ക്രമീകരണങ്ങൾ നിർമ്മിക്കാനും ധാരാളമായിട്ട് ആളുകൾ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയ തോതിൽ അധ്വാന തീക്ഷ്ണമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് നിർമ്മിത ബുദ്ധി. പക്ഷേ അധ്വാനം പല ഘട്ടത്തിലും അദൃശ്യവൽക്കരിക്കപ്പെടുന്നു. പിന്നെ പൊതുവായിട്ടുള്ള ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഫേസ്ബുക്കിൽ കയറിയിട്ട് പല കാര്യങ്ങളും സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു. ഇതെല്ലാം അവർ ഒരുപക്ഷെ മോഡലുകളിലേക്കായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ പൊതുവായിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ ഒരു മൂലധനവൽക്കരണവും അവിടെ നടക്കുന്നുണ്ട്. മറ്റൊരു സംഗതി, ഇതിൻ്റെ അവസാനത്തെ സ്ലൈഡാണ്, ഈ കോഓപ്പറേറ്റിവിസം എന്നുള്ളൊരു സംഗതിയുണ്ട്, സഹകരണം. ഈ മുതലാളിത്തത്തിൻ്റെ ഒരു പൊതു രീതി എന്താണെന്ന് വെച്ചാൽ മത്സരത്തിൻ്റെ രീതിയാണ്, പരമാവധി ലാഭം നിർമ്മിക്കുക എന്നുള്ള. ഇത് നേരത്തെ എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ പറഞ്ഞ ഒരു സംഗതിയുണ്ട്, ഈ വൈവിധ്യങ്ങൾ കളയുക എന്നുള്ളത്. നമ്മൾ ഒരുപക്ഷെ ഈ AI ചിത്രങ്ങൾ എന്തുകൊണ്ടെല്ലാം ഒരേപോലെ ഇരിക്കുന്നു, ഈ മുതലാളിത്തത്തിന് കീഴിലുള്ള യന്ത്രവൽക്കരണത്തിൻ്റെ യുക്തിയിൽ വൈവിധ്യങ്ങൾ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഒരർത്ഥത്തിലുള്ള വൈവിധ്യങ്ങൾ, ഒരു തലത്തിലുള്ള വൈവിധ്യങ്ങൾ. ആത്മസാക്ഷാത്കാരത്തിനായി മനുഷ്യൻ ചിത്രം വരയ്ക്കുമ്പോൾ കിട്ടുന്ന വൈവിധ്യം ഇതിൽ ലഭ്യമല്ല എന്നുള്ളത്. അപ്പോൾ അതേസമയം ഈ ഡിജിറ്റൽ കോഓപ്പറേറ്റീവുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ സഹകരിക്കാനായിട്ട് സഹകരണം അടിസ്ഥാനപ്പെടുത്തി കുറേ പേർ ചേർന്നുണ്ടാക്കുന്ന കൂട്ടായ്മയാണ്. അപ്പോൾ അത്തരം ഡിജിറ്റൽ കോഓപ്പറേറ്റിവിസം എന്നുള്ളത് അതിനോട് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നതാണ് നിർമ്മിത ബുദ്ധിയുടെ ഒരു ഉപരിഘടന. എല്ലാവരുടെയും വിവരശേഖരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു, എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളൊരു ഉപരിഘടന കോഓപ്പറേറ്റിവിസത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഘടനയാണ്. പക്ഷെ അത് അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം ഈ മൂലധനവൽകൃത ലോകത്തിൻ്റെ കാര്യത്തിൽ.